എല്ലാ പ്രേക്ഷകർക്കും നമസ്കാരം. നമ്മളിന്ന് ദേശീയ വൈദ്യുത സുരക്ഷാ വാരം, തീർച്ചയായും നമ്മുടെയൊക്കെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകവും നമ്മുടെ ജീവിതവുമായി വളരെ ഇഴചേർന്ന് കിടക്കുന്നതുമാണ് വൈദ്യുതി എന്ന് പറയുന്നത്. എപ്പോഴും പലതരത്തിലും നമ്മൾ ഏറ്റവും ആദ്യം നമ്മുടെ വീടുകളിലൊക്കെ ശ്രദ്ധിക്കുന്നതും വൈദ്യുതിയുടെ കാര്യങ്ങളാണ്. വീട്ടിൽ വെളിച്ചം വേണം, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം വൈദ്യുതി വളരെ അനിവാര്യമാണ്. പക്ഷെ അത് പല സമയത്തും അപകടങ്ങൾക്ക് കാരണമാകുന്നത് എങ്ങനെയാണ്, അല്ലെങ്കിൽ ആ അപകടങ്ങൾ ഉണ്ടാകാനുള്ള പ്രശ്നങ്ങൾ അത് എങ്ങനെയാണ് ഉണ്ടാകുന്നത്? നമ്മുടെ അശ്രദ്ധയാണോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളാണോ എന്നുള്ളതിനെക്കുറിച്ചൊന്നും ഇതുവരെ വലിയ കാര്യമായ ചർച്ചകളൊന്നും നടന്നിട്ടില്ല. അപ്പം നമ്മൾ ഇന്നത്തെ ഈ ഒരു ദേശീയ വൈദ്യുത സുരക്ഷാ വാരത്തോടനുബന്ധിച്ച് വയനാട് വിഷൻ ചാനൽ ഇന്ന് ഒരുക്കുന്നത് പൊതുജനങ്ങളിലേക്ക് ഒരു അവബോധമുണ്ടാക്കുക എന്നുള്ളതാണ്. നമ്മുടെ വീടുകളിലാവട്ടെ, ഇന്ന് കൃഷിയിടങ്ങളിലെ പ്രശ്നങ്ങളൊക്കെ മറ്റും കാരണം പലപ്പോഴും വലിയ അപകടങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മനുഷ്യജീവന് വരെ അപകടം വരുത്തുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുമ്പോൾ തീർച്ചയായും എങ്ങനെയാണ് നമ്മൾ വൈദ്യുതി ഉപയോഗിക്കേണ്ടത്, എന്തിനാണ് ഉപയോഗിക്കേണ്ടത്, ഉപയോഗിക്കുന്നതിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതെങ്ങനെയാണ് സംഭവിക്കുന്നത്, ഇത്തരം കാര്യങ്ങളെക്കുറിച്ചൊക്കെ വിശദമായിട്ട് നിങ്ങൾക്ക് കൂടി മനസ്സിലാകത്തക്ക രീതിയിൽ ഈ ഒരു ബോധവൽക്കരണ പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിയിട്ടുള്ളത് നമ്മുടെ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ സുമേഷ് സാറുണ്ട്, ഒപ്പം തന്നെ അസിസ്റ്റൻ്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ അനിൽകുമാർ സാറുണ്ട്, ഒപ്പം KSEBയുടെ അസിസ്റ്റൻറ്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ബ്രൗൺ സാർ, അദ്ദേഹമുണ്ട് നമ്മളോടൊപ്പം. 3 പേരെയും വളരെ അനൗപചാരികമായിട്ട് തന്നെ സ്വാഗതം ചെയ്യുകയാണ്. കാരണം ഒരു കാഷ്വൽ ടോക്ക് ആയതുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് നമ്മൾ ചർച്ചയ്ക്ക് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഞങ്ങൾ എപ്പോഴും വാർത്തകളിൽ ചെയ്യുന്നത് പല സ്ഥലങ്ങളിലും ഉണ്ടാകുന്ന അപകടങ്ങൾ. അപ്പോൾ ഈ അപകടങ്ങൾ വീടുകളിൽ മാത്രം ഉണ്ടായിരുന്നൊരു സമയമുണ്ട്, പക്ഷെ അത് വലിയ രീതിയിലുള്ള അപകടങ്ങളായിട്ട് മാറുന്നത് വളരെ റെയറായിരുന്നു. വൈദ്യുതി സംബന്ധമായിട്ടൊരു വീട്ടിൽ ഒരാൾക്ക് അപകടം സംഭവിക്കുക എന്നുള്ളത് വളരെ വളരെ റെയറായിരുന്നു. പക്ഷേ ഇതൊക്കെ മാറിയിട്ട് വലിയ രീതിയിൽ കൃഷിയിടങ്ങളിലൊക്കെ ആളുകൾ മരണപ്പെടുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയിട്ടുണ്ട്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം വൈദ്യുതി അവിടേക്ക് വളരെ അശ്രദ്ധമായി ഏതെങ്കിലും തരത്തിൽ കണക്ട് ചെയ്യപ്പെട്ടു എന്നുള്ളതാണ്, അല്ലേ? അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു കാര്യങ്ങൾ അന്വേഷിക്കുകയും അതുമായി വിശദമായ പഠനം നടത്തുകയും ചെയ്തിട്ടുള്ളതാണ് നിങ്ങളുടെ ഇലക്ട്രൽ വകുപ്പ് എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ അതിനെക്കുറിച്ച് നമുക്കൊന്ന് തുടങ്ങാം. എങ്ങനെയാണ് ഈ ഒരു സുരക്ഷാ വാരത്തിൽ പൊതുജനങ്ങളിലേക്ക് അവബോധം എത്തിക്കാനുള്ള ശ്രമം നടക്കുന്നത്? ഇത്തരമൊരു ചർച്ചയിലേക്ക് വരാനുള്ളൊരു കാര്യം എന്താണ്? എല്ലാവർക്കും നമസ്കാരം. ആദ്യമായിട്ട് വയനാട് വിഷൻ വകുപ്പിൻ്റെ ഒരു നന്ദി രേഖപ്പെടുത്തുന്നു. ഈ വൈദ്യുത സുരക്ഷാ വാരത്തിൽ ഇത് സംബന്ധിച്ചൊരു പരിപാടി അറേഞ്ച് ചെയ്തതിന് നന്ദി രേഖപ്പെടുത്തുന്നു. എല്ലാ വർഷവും ജൂൺ 26 മുതൽ ജൂലൈ 2 വരെയുള്ള ഒരു ആഴ്ച നമ്മുടെ ദേശീയ വൈദ്യുത സുരക്ഷാ വാരമായിട്ട് ഇന്ത്യ മുഴുവൻ ആചരിക്കുകയാണ്. അതായത് വൈദ്യുതി അപകടങ്ങൾ കൂടി വരുന്നത് കൊണ്ട് അതെങ്ങനെ നമുക്ക് കുറക്കാം, അപകടങ്ങൾ എങ്ങനെ ഒഴിവാക്കാം എന്നതിനെ പറ്റിയാണ് ഈ ഒരു വാരത്തിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഒരിക്കലും ഒരു വാരത്തിൽ ഒതുക്കേണ്ട കാര്യമല്ല, നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ അതിൻ്റെ സന്ദേശം ഉൾക്കൊള്ളുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പം ഇദ്ദേഹം പറഞ്ഞതുപോലെ കൃഷിയിടങ്ങളിൽ അപകടങ്ങൾ ഒരുപാട് ഉണ്ടാകുന്നുണ്ട്. കഴിഞ്ഞ വർഷം ഏതാണ്ട് 24 അപകടങ്ങൾ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ വന്യമൃഗങ്ങളുടെ അക്രമം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കൃഷിയിടത്തിന് ചുറ്റും ഒരു കമ്പിവേലി ഒരുക്കുകയും അതിൻ്റെ അകത്തേക്ക് വൈദ്യുതി കൊടുത്തുവിടുന്ന ഒരു ശരിയല്ലാത്തൊരു പ്രവണത വ്യാപകമായിട്ടുണ്ട്. ഇത് ശരിക്കും ചെയ്യേണ്ടത് ഇലക്ട്രിക് ഫെൻസ് എനർജൈസർ എന്നുള്ള ഒരു ഉപകരണം വഴിയാണ് ഇത്തരം വൈദ്യുതി വേലികളിലേക്ക് സപ്ലൈ കൊടുക്കേണ്ടത്. അപ്പോൾ അങ്ങനെ ഒരു ഉപകരണം വയ്ക്കുമ്പോൾ എന്താ കാര്യം എന്ന് വെച്ചാൽ അതിൻ്റെ അകത്തുനിന്ന് ഉയർന്ന വോൾട്ടേജാണ് അതിൻ്റെ അകത്ത് വരിക, പക്ഷേ വളരെ ചെറിയ നേരം മാത്രമേ സപ്ലൈ വരത്തുള്ളൂ. അപ്പോൾ അതിൽ സ്പർശിക്കുന്ന മൃഗമായിക്കോട്ടെ മനുഷ്യനായിക്കോട്ടെ ഷോക്ക് കിട്ടി തെറിച്ചു പോവുക എന്നല്ലാതെ ഒരിക്കലും അത് മരണത്തിന് കാരണമാവില്ല. പക്ഷേ നമ്മൾ ആ ഉപകരണം ഒഴിവാക്കിയിട്ട് നേരിട്ട് വൈദ്യുതി സപ്ലൈ KSEB വീട്ടിൽ നിന്നുള്ള സപ്ലൈ അല്ലെങ്കിൽ ലൈനിൽ നിന്നുള്ള സപ്ലൈ എടുത്ത് കൊടുക്കുന്നത് മൃഗങ്ങൾക്കും മനുഷ്യന്മാർക്കും അപകടത്തിന് കാരണമാവുന്നുണ്ട്. ഇത് ഒരു കാരണവശാലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. 3 വർഷത്തിൽ കൂടുതൽ തടവ് ശിക്ഷ ലഭിക്കാൻ സാധ്യതയുള്ള ഒരു ക്രിമിനൽ കുറ്റം കൂടിയാണിത്. അതുകൊണ്ട് ആ കാര്യത്തിൽ ആരും ചെയ്യാതിരിക്കുക. ആവശ്യമുള്ള വർഷം ഇലക്ട്രിക് ഫെൻസ് എനർജൈസർ വെച്ചിട്ട് സപ്ലൈ കൊടുക്കുക, അതിന് ഇലക്ട്രിക് ഇൻസ്പെക്ടർ എടുക്കുന്ന അനുമതി കൂടി വാങ്ങുക എന്നുള്ളതാണ്. ഇതിൻ്റെ ഒരു വ്യത്യാസം കൂടി നമ്മൾ പറയണമല്ലോ. കാരണം ഡയറക്റ്റായിട്ട് പലപ്പോഴും ഇപ്പോൾ നമ്മൾ പറയാതിരിക്കാൻ നിർവാഹമില്ല, ഇങ്ങനെ സേഫ്റ്റി ബോധവൽക്കരണം നടത്തുന്ന സമയത്ത് തന്നെ ഡയറക്റ്റ് ലൈനിൽ നിന്നും വലിച്ച് അതൊക്കെ അറിവില്ലായ്മയുടെ ഒരു ഭാഗവും കൂടിയാണ് എന്ന് മനസ്സിലാക്കേണ്ടി വരും. ചില ഗ്രാമീണ ഭാഗങ്ങളിലൊക്കെ ഡയറക്റ്റ് ലൈനിൽ നിന്നും വലിച്ചിട്ട് കണക്ഷൻ കൊടുക്കുന്ന ഒരു സംവിധാനമുണ്ട്. ഇപ്പോൾ ഈ അടുത്ത കാലത്തൊക്കെ പലയിടത്തും നടന്ന അപകടങ്ങൾ വലിയ രാഷ്ട്രീയ ചർച്ച വരെ ആയതൊക്കെ പിന്നീടാണ്. അതൊക്കെ വേറെ വശങ്ങളാണ്. പക്ഷേ ഇങ്ങനെ കണക്ഷൻ കൊടുക്കുന്നതും ഇപ്പോൾ താങ്കൾ പറഞ്ഞ യഥാർത്ഥത്തിൽ അതായത്
നിയമപ്രകാരമുള്ള അംഗീകൃതമായ ഒരു രീതി സ്വീകരിക്കും തമ്മിലുള്ള ഒരു വ്യത്യാസം അത് അവിടെയാണ് അതിൻ്റെ ഏറ്റവും പ്രധാന കോസ്റ്റിന്റെ വ്യത്യാസം മറ്റോ വല്ലതും ഉണ്ടോ? കോസ്റ്റിൻ്റെ വ്യത്യാസം ഈ ഒരു സംഭവം നേരിട്ട് സപ്ലൈ കൊടുക്കുക എന്നുള്ളത് അറിവില്ലായ്മ കൊണ്ട് ചെയ്യുന്നതാണ്. പ്രധാന പ്രശ്നം അറിവില്ലായ്മ കൊണ്ട് ചെയ്യുന്നത് തന്നെയാണ്. നേരിട്ട് സപ്ലൈ, അതായത് ഇവരുടെ ഇൻറ്റൻഷൻ ഈ മൃഗങ്ങൾ ഒഴിവാക്കുക എന്നുള്ളത് മാത്രമാണ്, അതിനുള്ളൊരു വഴി എന്നുള്ള രീതിയിലാണ് അവർ ചെയ്യുന്നത്. ദുരുദ്ദേശമുള്ളവരുണ്ടാകാം, അത് വേറെ കാര്യം. പക്ഷേ ഈ ഒരു ഉപകരണം വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ സേഫാണ്. അതിനെപ്പറ്റി അധികം ആൾക്കാർക്കും അറിയില്ല. ഒരു 10,000 രൂപയോളമാണ് ഈ ഫെൻസ് എനർജൈസർ എന്നുള്ള എക്യുപ്മെൻറ്റിന് വില. അത് വാങ്ങി വെച്ച് കഴിഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് ഈ ഫെൻസിലേക്ക് പൾസ് വന്നുകൊണ്ടേയിരിക്കും. ഇടവേളകളിൽ പൾസ് വന്നു. നമ്മൾ കണക്ഷൻ മാത്രമാണ് ഈ 10,000 രൂപ. ഈ എക്യുപ്മെന്റാണ്. എന്തായാലും ഫെൻസ് എന്തായാലും ഒരുക്കണം. ആ പൈസ ഏത് കേസിലും ഉണ്ടാവുന്നുണ്ട്. അതിൻ്റെ അകത്ത് വലിയ വ്യത്യാസമില്ല. ഈ എക്യുപ്മെന്റിന്റെ പൈസ മാത്രമാണ് അഡീഷണൽ ആയിട്ട് അവിടെ വരുന്നത്. അത് നമ്മൾ ചെയ്യേണ്ടത് സമൂഹത്തിൻ്റെയും സുരക്ഷയ്ക്ക് അത്യാവശ്യമാണ്. കാരണം പലപ്പോഴും അത് വെച്ച വീട്ടുകാർ തന്നെ അപകടത്തിൽപ്പെടുന്ന സ്ഥിതിയുണ്ട്. അവരെ മക്കൾ അപകടത്തിൽപ്പെടുന്ന കേസുണ്ട്, നാട്ടുകാർ വിടുന്ന കേസുണ്ട്. അപ്പോൾ ഇങ്ങനൊരു കാര്യം നടന്നു കഴിഞ്ഞാൽ പിന്നെ കേസും അതുമായിട്ടൊക്കെ നടക്കേണ്ടി വരും. അപ്പോൾ സേഫ്റ്റി ഉറപ്പുവരുത്തുന്നത് ഏറ്റവും പ്രധാനമാണ്. രണ്ടാമത്തെ കാര്യം ഇലക്ട്രിസിറ്റി ദുരുപയോഗമാണ്. ഇലക്ട്രിസിറ്റി നമ്മളൊരു ആവശ്യത്തിന് വേണ്ടി ഉപയോഗിച്ചിട്ട് അതിന് ദുരുപയോഗം ചെയ്യണം, അതും ഒരു കുറ്റമാണ്. അപ്പോൾ ഒരിക്കലും അത് ചെയ്യാൻ പാടില്ല. ഫെൻസ് എനർജൈസർ വഴി മാത്രം ഈ ഫെൻസിലേക്ക് സപ്ലൈ കൊടുക്കുക, അതിന് അംഗീകാരം വാങ്ങും, അതും പ്രധാനപ്പെട്ട കാര്യമാണ്. ഇത് ശരിക്കും ഇപ്പം ഈ കൃഷിയിടങ്ങളിലേക്ക് കമ്പിവേലികളിലേക്ക് കൊടുക്കുന്നുണ്ട് അല്ലേ? അവർ സ്വന്തമായി സ്ഥാപിച്ച പല കമ്പികൾ അതിലേക്ക് കൊടുക്കുന്നുണ്ട്. പക്ഷെ അത് പാസ് ചെയ്യുന്ന എനർജിയുടെ തോതും വളരെ വ്യത്യാസം ഉണ്ടാവില്ല. വളരെ വ്യത്യാസമുണ്ട്. ഈ ഫെൻസ് എനർജൈസർ പൾസായിട്ട് വരുമ്പോഴത്തേക്ക് കുറച്ച് വളരെ ചെറിയ ഇടവേളകളിലേ വരത്തുള്ളൂ. നമ്മൾ നേരിട്ട് സപ്ലൈ കൊടുക്കുമ്പോൾ മുഴുവൻ സമയം അവിടെ സപ്ലൈ ഉണ്ടായിരിക്കും. അത് നമുക്ക് മാരകമായ അപകടങ്ങൾക്ക് കാരണമാണ്. ഇപ്പോൾ വേറെ നമ്മൾ വീടുകളിലേക്ക് വരുമ്പോൾ സാറിൻ്റെ അടുത്ത് കൂടി ഒന്ന് പോലെ സാർ, നമ്മൾ വീടുകളിലെ വൈദ്യുതീകരിക്കുന്ന ഒരു സംഭവം തീർച്ചയായും വലിയ പ്രിക്കോഷൻ സ്വീകരിക്കേണ്ട കാര്യങ്ങളാണ് അല്ലേ? അവിടെ നമ്മൾ വീടുകളിൽ ഇപ്പോൾ വൈദ്യുതീകരിക്കുന്നത് പഴയ കാലത്തേതിനും വ്യത്യസ്തമായിട്ട് പുതിയ ഏതെങ്കിലും തരത്തിൽ ഏറ്റവും സേഫ്റ്റി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന എന്തൊക്കെയാണുള്ളത്? എന്തായാലും 2014 മുതൽ പിന്നെ വീടുകളിൽ വൈദ്യുതീകരിക്കുമ്പോൾ ELCB RCCB എന്ന് പറയുന്ന ELCB എന്ന ഉപകരണം നിർബന്ധമായിട്ടും വെക്കാനെന്ന് KCB ഇൻസിസ്റ്റ് ചെയ്യുന്നുണ്ട്. അതിന് ശേഷമുള്ള കണക്ഷനുകളിലൊന്നും അതില്ലാതെ ആർക്കും കണക്ഷൻ നൽകാറില്ല. പക്ഷേ 2 കാര്യങ്ങളാണ് ഉള്ളത്. നമ്മളിപ്പോൾ നാട്ടിൽ പഴയ വയറിംഗ് സംവിധാനങ്ങളിൽ ഈ RCCB നിലവിലില്ല. ഇതൊരു ജീവൻ രക്ഷാ ഉപകരണം തന്നെയാണ്, അങ്ങനെ തന്നെ പറയാം. കാരണം എന്തെങ്കിലും കാരണവശാൽ ഒരു വീട്ടിലൊരു ഉപകരണത്തിൽ തകരാറ് മൂലം അതിന് ലീക്കേജ്, വൈദ്യുതി പുറത്തേക്ക് ഒരു ലീക്കേജ് വരികയോ അല്ലെങ്കിൽ അപകടകരമായ രീതിയിൽ ഒരാൾക്ക് ഷോക്ക് അടിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ വൈദ്യുതി പ്രവാഹം വിച്ഛേദിച്ചുകൊണ്ട് അവിടെ സുരക്ഷിതമായി ആൾക്ക് ജീവഹാനി ഇല്ലാത്ത വിധത്തിൽ സംരക്ഷിക്കുന്ന. ഇതുവരെ നമ്മൾ വയറിംഗ് നടത്തിയിട്ട് ഉള്ള വീടുകളിലെ അതിനൊന്നൊരു സംവിധാനം ഇല്ലായിരുന്നു എന്നാണ് പറയുന്നത്. അല്ല, പണ്ട് ഇത് ഉണ്ടായിരുന്നു. പക്ഷെ നിയമം മൂലം നിർബന്ധമാക്കിയിട്ടുണ്ടായിരുന്നില്ല. വീടുകളിലെ കണക്ഷനുകളിൽ നിയമം മൂലം ഇത് കേരളത്തിൽ 2014 ഏപ്രിൽ മുതലാണ് ഇത് നിർബന്ധമാക്കിയിരിക്കുന്നത്. പക്ഷേ ഇപ്പം ഇതിൻ്റെ ഒരു ചെറിയൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും മോട്ടറിൻ്റെയോ വീട്ടിൽ വെള്ളം അടിക്കുന്ന മോട്ടറിൻ്റെയോ അല്ലെങ്കിൽ വൈദ്യുതി ഉപകരണങ്ങളുടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും തകരാറ് മൂലം ഇത് ട്രിപ്പായി പോകും, അതായത് ഓഫായി പോകുമ്പോൾ നമ്മുടെ ഇവിടെയുള്ള ഒരു പ്രവണത എന്ന് പറയുന്നത് ഇത് തടയാൻ വേണ്ടിയിട്ട് ഈ ഉപകരണത്തെ ആ തകരാറ് പരിഹരിക്കാതെ ഈ ഉപകരണത്തെ ബൈപ്പാസ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ സർക്യൂട്ടിൽ നിന്ന് ഒഴിവാക്കിക്കൊണ്ട് നേരിട്ട് വൈദ്യുതി നൽകും. ഇത് ആണ് വലിയൊരു അപകടത്തിന് കാരണമായി മാറുന്നത്. വീടുകളിൽ സംഭവിക്കുന്ന അപകടത്തിൽ ഏകദേശം ഒരു 90% ഈ ഒരൊറ്റ ഈ RCCB ബൈപ്പാസ് ചെയ്യുന്നത് കൊണ്ടാണ് ഇത്തരത്തിൽ അപകടം ഉണ്ടാകുന്നത്. അപ്പോൾ ഈ പ്രവണത നമ്മൾ എന്തായാലും തടഞ്ഞേ മതിയാവുള്ളൂ. ഇതിനെക്കുറിച്ച് ജനങ്ങൾ കൂടുതൽ ബോധവൽക്കരിച്ചേ മതിയാവുള്ളൂ, അല്ലാതെ പറ്റില്ല. സാറിലേക്കൊന്ന് പോകാം നമുക്ക്. റൗൺ സാർ, ഇപ്പോൾ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ ഇവരുടെ ഒരു സേഫ്റ്റി പ്രിക്കോഷൻ ഇവർ പറയുന്നുണ്ടെങ്കിലും നിയമപരമായിട്ട് ഒരു ലൈസൻസ്ഡ് സംവിധാനത്തിലേക്ക് ഈ സംഭവങ്ങളെ കൊണ്ടുവരുന്നത് KSUB ആണ്. കാരണം അതിൻ്റെ പെർമിഷൻ കൊടുക്കുന്നതും അത് കൃത്യമാണോ എന്ന് നോക്കുന്നതും എല്ലാം ഇവരുടെ ഒരു സേഫ്റ്റി വിവരങ്ങളൊക്കെ നൽകുമെങ്കിൽ പോലും. അപ്പോൾ ലൈസൻസ്ഡ് ആയിട്ടൊരു പേഴ്സൺ വയറിംഗ് എല്ലാം കഴിഞ്ഞ് എല്ലാം പൂർത്തിയാക്കി കഴിഞ്ഞാൽ നിയമപരമായി ഏത് തരത്തിലാണ് അവർക്ക് അംഗീകാരം കൊടുക്കുന്നത്? ഈ കണക്ഷൻ കൊടുക്കാനും കണക്ഷൻ പ്രവർത്തിക്കാനുമുള്ളൊരു അംഗീകാരം ഏതൊക്കെ സ്റ്റേജ് കഴിഞ്ഞിട്ടാണ് കൊടുക്കുന്നത്? ഈ ലൈസൻസ്ഡ് കോൺട്രാക്ടർ മുഖാന്തരം ചെയ്യണം തന്നെയാണ് നമ്മളെ നിയമം. അപ്പോൾ നമ്മൾ അത് കൺട്രോൾ ചെയ്യുന്നത് ഇലക്ട്രിക് ഇൻസ്പെക്ടറേറ്റാണ്. അപ്പോൾ ഈ വയർമാൻമാരും ഈ ഇലക്ട്രിക്കൽ കോൺട്രാക്ടേഴ്സൊക്കെ അവിടുന്ന് ലൈസൻസ് ഒക്കെ എടുത്ത് വയറിംഗ് ഒക്കെ പൂർണ്ണമായിട്ട് ചെയ്യും. ശരിക്കും പറഞ്ഞാൽ നമ്മൾക്കിപ്പം കാണുന്ന എന്താ സ്ഥിതി എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു കണക്ഷൻ അപേക്ഷിക്കുന്ന സമയത്ത് ഇവരെ ആപ്ലിക്കേഷനിൽ കൂടെ ഒരു ഡ്രോയിങ് കാണും, ഒരു ബിൽഡിങ്ങിൻ്റെ ഒരു ഇതൊക്കെ കാണിച്ചിട്ട് കുറച്ച് വയർ സോക്കറ്റ് ഇതൊക്കെ കാണിച്ചിട്ട് ഇതൊക്കെ കാണിക്കും. ഇതാണ് ഇവിടെ കാണുന്ന ഒരു സിസ്റ്റം. ശരിക്കും പറഞ്ഞാൽ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇവരിത് നേരത്തെ തന്നെ ഇതിനൊരു ഷെഡ്യൂൾ ഉണ്ടാക്കണം. ഒരു DB ഷെഡ്യൂൾ, ഒരു വയറിംഗ് ഷെഡ്യൂൾ, ഇത്ര ലൈറ്റ് സോക്കറ്റ്, ഇത്ര 20% ഫ്യൂച്ചർ ലോഡിന് കണക്കാക്കിയിട്ടുള്ള ഒരു 20% എക്സസ് കാണിച്ചിട്ടൊക്കെയുള്ള ഒരു വയറിംഗ് ഷെഡ്യൂൾ ഉണ്ടാക്കിയിട്ട് അതിനൊരു അംഗീകാരത്തോടു കൂടി വേണം ശരിക്കും വരാനായിട്ട്. പക്ഷേ ഇപ്പോൾ അങ്ങനെയൊന്നുമല്ല കാണുന്നത്. നമ്മളത് ഇൻസിസ്റ്റും ചെയ്തിട്ടില്ല. നമ്മളിവിടുത്തെ റെഗുലേഷൻ അങ്ങനെയാണെന്ന് അറിയില്ല.
നമ്മളത് ഇൻസിസ്റ്റ് ചെയ്യുക. നമ്മൾ സ്വാഭാവികമായിട്ട് ഇവർ വരുന്ന ആ അപേക്ഷാ സമയത്ത് കാണിക്കുന്ന ആ സ്കെച്ച് ഉണ്ടല്ലോ, ആ സ്കെച്ചാണ് നമ്മൾ അതിൻ്റെ ഒരു വാലിഡ് സ്കെച്ചായിട്ട് ഉപയോഗിക്കുന്നത്. ശരിക്കും ഇതിന് നേരത്തെ ഇൻസ്പെക്ടറേറ്റിൽ അല്ലെങ്കിൽ KCB തന്നെ ഒരു പ്രയോർ സാങ്ഷൻ വാങ്ങിക്കണം. വയറിങ് ഇന്ന റൂമിൽ ഇത്ര സോക്കറ്റുകൾ, ആ ഒരു സിസ്റ്റം നമുക്ക് ഇല്ല. അത് നമുക്കിപ്പോൾ നമ്മൾ ആ ശൈലിയിലേക്ക് വന്നിട്ടില്ല, ഇത് ഇല്ല. അപ്പോൾ നിയമപരമായിട്ട് ഈ സ്കെച്ച് പ്രകാരമാണ് അതായത് ഒരു അംഗീകൃത ഒരു സ്കെച്ച് പ്രയോറായിട്ട് വാങ്ങിച്ചിട്ട് വേണം അതിന് പ്രകാരം വേണം വയറിങ് ചെയ്യാനായിട്ട്. അതൊന്നും നമ്മൾ നിലവിലില്ലപ്പോൾ. അങ്ങനെയായുള്ള ഗുണം എന്താ വെച്ചാൽ നമുക്ക് ഇവരെ ഇപ്പം ഫോർ എക്സാമ്പിൾ ഒരു സിംഗിൾ ഫേസ് വീട് 3 ഫേസ് വീട്, ഇപ്പം മിക്കവാറും എല്ലാ വീടുകളിലും നമുക്കറിയാം 5000 വാട്ട്സ് വരെയാണ് സിംഗിൾ ഫേസ് കൊടുക്കുക. 5000 മേലെ വരുമ്പോൾ 3 ഫേസ് വരുമ്പോൾ, അപ്പോൾ ഈ 3 ഫേസിലേക്ക് ഇതിനെ ലോഡ് ബാലൻസ് ഒക്കെ ചെയ്ത് കാണിക്കാനായിട്ട് ഇതേപോലെ ലോഡ് ഷെഡ്യൂളും വയറിംഗ് ഷെഡ്യൂളും DB ഷെഡ്യൂളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കണ്ടിട്ട് അതിനെ ബാലൻസ് ഒക്കെ ചെയ്യിപ്പിക്കാൻ പറ്റും. അതായത് ഇപ്പം R ഫേസ്, Y ഫേസ്, B ഫേസ് എന്നുണ്ട്. ഇപ്പം അതിനകത്ത് അവർ കൃത്യമായിട്ട് അതിൻ്റെ ഷെഡ്യൂളൊക്കെ കാണിക്കാൻ നമുക്ക് ഈ ഫേസിൽ 5000 വാട്ട്സ്, ഈ ഫേസിൽ 7000 വാട്ട്സ്, ഈ ഫേസിൽ 9000 വാട്ട്സ്. അപ്പോൾ നമുക്ക് തന്നെ പറയും ഇത് നിങ്ങൾ കറക്റ്റ് ചെയ്തിട്ട് കൊണ്ടുപോകാന്ന് പറയും. അപ്പോൾ അതൊന്നും ഇവിടെ ആ ഒരു സിസ്റ്റം നമുക്ക് ഇവിടെ ഇല്ല. ഞാൻ ഇപ്പോൾ ഇതൊക്കെ വിദേശങ്ങളിലൊക്കെ ഇത് മിക്കവാറും എല്ലാ സ്ഥലത്തും ഉണ്ട്. അതുപോലെ കൺസൾട്ടൻസ് മുഖാന്തരം വരുന്ന മറ്റ് ഡെവലപ്മെൻറ്റ് വർക്ക്സിലൊക്കെ ഇത് കാണുന്നുണ്ട്. ഓക്കെ, എനിവേ അത് ആ ലെവലിലാണ് ഇപ്പോൾ നമ്മൾ പോകുന്നതെങ്കിൽ പോലും അത് സേഫ്റ്റിയായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പോലും നമ്മൾ ഈ വയറിങ്ങിൻ്റെ ഒരു ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാനുള്ള ഒരു സംഗതിയാണ്. പക്ഷേ അത് ഇവിടെ കാണുന്നില്ല. ഇപ്പം വളരെ കണ്ടംപററി ആയിട്ടുള്ള സിസ്റ്റം പോലെ ഒരു ജസ്റ്റ് സ്കെച്ചിൽ വരച്ചിട്ട് ഇങ്ങനെ ബൈ ഹാൻഡ് വരച്ചിട്ട് ഇങ്ങനെ കൊണ്ടുവന്ന് ഒരു വയറിംഗ് കോൺട്രാക്ടർ അതിനകത്ത് സീൽ ചെയ്ത് അപേക്ഷ വെക്കുന്നു. അപേക്ഷ ഇപ്പം നമുക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാം, നേരിട്ട് ഓഫീസിൽ വന്നിട്ട് അപേക്ഷിക്കാം, പിന്നെ പല മെത്തേഡ്സ് ഉണ്ട്. അപ്പോൾ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അതിനകത്ത് നോക്കുന്നത് വെച്ചാൽ സ്വാഭാവികമായിട്ട് നമുക്കിപ്പോൾ പാക്കേജ് കണക്ഷൻ എന്ന് പറഞ്ഞൊരു കണക്ഷൻ ഉണ്ട്. ഈ പാക്കേജ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഓൺലൈനായിട്ട് അപേക്ഷിച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ ഇതൊന്നും പോയി നോക്കുന്നില്ല ആദ്യം. അപ്പം ആദ്യം തന്നെ നമ്മൾ സർവീസ് എഫക്റ്റ് ചെയ്യും. ഇവരുടെ ആവശ്യമുള്ള പൈസ അടപ്പിച്ചിട്ട് സർവീസ് അങ്ങോട്ട് എഫക്റ്റ് ചെയ്ത് നമ്മൾ അവിടെ മീൻസ് സിസ്റ്റത്തിൽ എഫക്റ്റ് ചെയ്യും. അവിടെ കണക്ഷൻ കൊടുക്കാൻ പോകുന്ന സമയത്താണ് നമ്മൾ ശരിക്കും ഫിസിക്കൽ വെരിഫിക്കേഷൻ നടത്തുന്നത്. അപ്പോഴായിരിക്കും നമുക്ക് മനസ്സിലാക്കുക ചിലപ്പോൾ ഇയാൾക്ക് പോസ്റ്റുള്ള കണക്ഷനൊക്കെ ഈ അപേക്ഷകന് മനസ്സിലാകുന്നില്ല. അയാൾ വിചാരിക്കും ഞങ്ങളെ സംബന്ധിച്ചോളം 35 മീറ്ററാണ് എന്നാണ് വയറിൽ കൊടുക്കേണ്ട ഒരു ഡിസ്റ്റൻസ്. അപേക്ഷ വിചാരിക്കുക അത് 35 ഉള്ളൂ വിചാരിക്കും. ശരിക്കും 40 മീറ്റർ ഉണ്ടാവും. അപ്പോൾ 40 മീറ്ററൊക്കെ ആണെങ്കിൽ നമ്മളൊരു പോസ്റ്റ് കൊടുക്കാനായിട്ട്. അപ്പോൾ ഞങ്ങൾ ഫിസിക്കൽ വെരിഫിക്കേഷൻ ഈ ഒരു സിസ്റ്റത്തിൽ അതൊരു നല്ലതാണ്. ഇപ്പോൾ വയറിനൊക്കെ കിട്ടുന്ന ഒരു കണക്ഷനൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് കണക്ഷൻ കൊടുക്കാം. ഒരു ദിവസം കൊണ്ട് തന്നെ 24 hours കൊണ്ട് തന്നെ നമുക്ക് കണക്ഷൻ എഫക്റ്റ് ചെയ്യാൻ പറ്റും. ഇത് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കറക്റ്റാണ്. ഇത് പോസ്റ്റിൽ നിന്ന് 35 മീറ്ററിനുള്ളിലാണ് വയറ്. പിന്നെ ഈ പറഞ്ഞ ലോഡുകളെല്ലാം ഉണ്ട്. പിന്നെ ELCB സാറ് പറഞ്ഞ പോലെ തന്നെ ELCB നിങ്ങളുടെ 2 ഗുണമെന്ന് വെച്ചാൽ ഒന്ന് ഈ ഇന്റേണലായിട്ടുള്ള ഷോക്ക് നിന്ന് പ്രൊട്ടക്ഷൻ വരും. പിന്നെ രണ്ടാമത് കാണുന്നത് വെച്ചാൽ നമ്മൾ ഈ ലൈറ്റ്നിങ് വരുന്ന സമയത്ത് മിക്കവാറും ELCB ട്രിപ്പ് ആകുന്നുണ്ട്. ഇതുകൊണ്ട് എന്താ നമ്മളെ മൊത്തത്തിലുള്ള ഈ എക്യുപ്മെൻറ്റ്സിന് തന്നെ ഒരു പ്രൊട്ടക്ഷനാണ്. അപ്പോൾ നമ്മൾ പലപ്പോഴും പല TV ഇതൊക്കെ പണ്ട് കാലത്തൊക്കെ അടിച്ചു പോകുന്നുണ്ടായിരുന്നു. അത് 2 തരത്തിലാണ് വരുന്നത്. ഒന്ന് കേബിൾ TVൻ്റെ ആ കേബിൾ കൂടിയും വരും. പോരാത്തതിന് നമ്മുടെ ഈ ELCB ഇല്ലാത്ത സിസ്റ്റം ആണെങ്കിൽ നമ്മൾ ഇതിൽ കൂടി ഓവർ കറണ്ട് വന്നിട്ട് അത് ട്രിപ്പായി പോകും. അപ്പോൾ അങ്ങനത്തെ ഒരു പ്രശ്നം വരുന്നുണ്ട്. അപ്പം ഇതൊക്കെ ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ സർവീസ് എഫക്റ്റ് ചെയ്യുള്ളൂ. അപ്പോൾ സർവീസ് എഫക്റ്റ് ചെയ്യുമ്പോൾ അതിനകത്ത് പറഞ്ഞിരിക്കുന്ന മീറ്ററിൻ്റെ ലൊക്കേഷൻ, മീറ്റർ വെക്കേണ്ട എവിടെയാണ്, അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ അതിനകത്ത് സ്പെസിഫൈ ചെയ്യുന്നുണ്ട്. അതായത് മിനിമം ഒരു സൈറ്റിൽ വേണം മീറ്റർ ഹൈറ്റ് വേണം. പിന്നെ ഇതിൻ്റെ വിസിബിലിറ്റി നമുക്ക് വി പ്രിഫർ സൗത്ത് ഈസ്റ്റൊക്കെ ആയിട്ടാണ് നമ്മൾ വെക്കുന്നത്. അപ്പോൾ കാരണം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഈസ്റ്റിലും വെസ്റ്റിലും വെക്കുകയാണെങ്കിൽ ഈ സൺലൈറ്റ് അടിക്കാനുള്ള ഇതൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ ഈ നോർത്ത് ഇതാണ് കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്. ഒരു ഓപ്ഷൻ ഇല്ലെങ്കിൽ മാത്രമേ ഇതിനുള്ള ഇതുള്ളൂ. കാരണം വെച്ചാൽ അതിന് നേരിട്ടുള്ള സൺ പ്രൊട്ടക്ഷനും പിന്നെ ഈ വിസിബിലിറ്റി ഒക്കെ കിട്ടാനായിട്ടുള്ള ഇതിനു വേണ്ടി. അപ്പോൾ അങ്ങനത്തെ കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്യാനുണ്ട്. ഈ പിന്നെ കണക്ഷൻ ഇപ്പം നമ്മൾ മുമ്പ് സാറ് പറഞ്ഞല്ലോ, ഇപ്പം നമ്മളവിടെ പോയി നോക്കുന്ന സമയത്ത് എല്ലാ വയറിങ്ങും കഴിഞ്ഞ് ഒരു സാങ്ഷൻ നൽകുക, അതിൻ്റെ ഒരു ഫിസിക്കൽ റിപ്പോർട്ട് തയ്യാറാക്കുക എന്നുള്ളത് മാത്രം. അപ്പോൾ അതിനുപയോഗിച്ച വയർ, അതിനുപയോഗിച്ചിട്ടുള്ള എക്യുപ്മെൻറ്റ്സ്, ഇതൊക്കെ എത്രത്തോളം സേഫാണ് നമ്മൾ ആ ലെവലിൽ നമ്മൾ നോക്കുന്നില്ല. കാരണം എന്ന് വെച്ചാൽ ഈ വയറിങ്ങിൽ ഉപയോഗിക്കുന്ന വയറിൻ്റെ ക്വാളിറ്റി ഇതൊക്കെ എന്ന് വെച്ചാൽ എൻഷുർ ചെയ്യുന്നത് ഈ പാർട്ടി തന്നെയാണ്. അതായത് അവർ ഒരു ലൈസൻസ്ഡ് കോൺട്രാക്ടറെ ഇൻട്രസ്റ്റ് ചെയ്തത്. അതുകൊണ്ടാണ് അങ്ങനെ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഈ വയറിങ്ങിൽ വരുന്ന ഇഷ്യൂസിൻ്റെ ഉത്തരവാദിത്വം അവർക്കുള്ളൂ. നമ്മളെ സംബന്ധിച്ചോളം ഈ പറഞ്ഞ ലോഡുണ്ടോ, പിന്നെ എർത്തിങ് ഉണ്ടോ, എർത്തിങ് പോയിൻ്റ് ഉണ്ടോ, ലോക്കൽ എർത്ത് ഉണ്ടോ എന്നൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ കൊടുക്കാറ്. പിന്നെ മീറ്ററിൻ്റെ ലൊക്കേഷൻ, മീറ്ററിൻ്റെ ഹൈറ്റ്, മീറ്റർ പ്രൊട്ടക്റ്റഡ് ആണോ, മീൻസ് സൺലൈറ്റിൽ നിന്ന് മഴ വെള്ളം കയറാതിരിക്കാനുള്ള പ്രൊട്ടക്റ്റഡ് ആണെന്നാണ് നോക്കുക. ഈ ലൈസൻസ്ഡ് പേഴ്സണെ മുഴുവനായും വിശ്വാസത്തിൽ എടുത്തുകൊണ്ടാണ് ശരിക്കും KSCB അവിടെ കണക്ഷൻ തീർച്ചയായും അപ്രൂവ് ചെയ്യുന്നത്. ഓക്കെ സാർ, അതിലേക്ക് വരാം. സാർ, ഈ പറയുന്ന ഒരു സേഫ്റ്റി ഇപ്പോൾ താങ്കളുടെ പ്രത്യേകമായൊരു
ശ്രദ്ധയിലേക്ക് വരണ്ടേ, നിങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റ് ശ്രദ്ധിച്ചിട്ടുള്ള കാര്യമായിരിക്കും. ഈ ഒരു സേഫ്റ്റി കൂടി വളരെ പ്രധാനമാണോ ശരിക്കും? ഈ വയർ ഉപയോഗിക്കുന്ന വയർ അതുമായൊക്കെ ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ എപ്പോഴെങ്കിലും പരിശോധിച്ചിട്ടുണ്ട്? തീർച്ചയായും ഇത് വളരെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഉപയോഗിക്കുന്ന ഉപകരണങ്ങളുടെ ക്വാളിറ്റി ഉണ്ടായിരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതിലേക്ക് വരുന്നതിന് മുമ്പേ ഒറ്റൊരു കാര്യം കൂടി പറയാം. RCCB നമ്മൾ വെച്ചത് കൊണ്ട് മാത്രം കാര്യമില്ല, അതിൻ്റെ ത്രൂ ഔട്ട് നമുക്കതിൻ്റെ വർക്കിംഗ് പ്രോപ്പർ ആയിരിക്കണം. അതിന് വേണ്ടിയിട്ട് എല്ലാ RCCBയുടെ മുകളിലും ഒരു പുഷ് ബട്ടൺ ഉണ്ട്. അപ്പോൾ അത് നമ്മുടെ കൺസ്യൂമർ എല്ലാ മാസവും ഒരിക്കലെങ്കിലും ഒന്ന് അമർത്തി നോക്കിക്കഴിഞ്ഞാൽ അത് ശരിക്കും ട്രിപ്പാവും, ഓട്ടോമാറ്റിക്കലി ട്രിപ്പാവും. അങ്ങനെയാണെങ്കിൽ RCCB നല്ലതാണ്, വർക്ക് ചെയ്യുന്നുള്ള കാര്യം നമുക്ക് ഉറപ്പ് വരും. ഏതെങ്കിലും ഒരു അവസരത്തിൽ അത് വർക്ക് ചെയ്യുന്നതിലാണ് നമ്മൾ തീർച്ചയായും മാറ്റണം. അപ്പോൾ ഈ കൺസ്യൂമർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതാണ്, RCCB വെച്ച് കഴിഞ്ഞാൽ എല്ലാ മാസവും അതൊന്ന് ട്രിപ്പ് ചെയ്തിട്ട് വർക്കിംഗ് ആണോ നോക്കുക. വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ അത് ഉടനടി മാറ്റുക. അതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം, RCCB നമുക്ക് പല റേഞ്ചിലുള്ള സാധനം കിട്ടും. അതിൻ്റെ സെൻസിറ്റിവിറ്റി എന്ന് പറയും. അതായത് ഒരു ആരോഗ്യമുള്ള മനുഷ്യന് താങ്ങാൻ പറ്റുന്നത് 30 മില്ലി ആംപിയർ കറണ്ട് മാത്രമേ സേഫായിട്ട് താങ്ങാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ വീട്ടിലേക്ക് വാങ്ങേണ്ട RCCB 30 MA എന്ന അതിൻ്റെ മുകളിൽ എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ വീട്ടിൽ വാങ്ങേണ്ടത് 30 MAയുടെ RCCB ആണ്. ഈ വയറിംഗ് ടൈമിൽ തന്നെ ഇതൊക്കെ ക്ലിയർ ആയിട്ട് അവിടെയാണ് ഈ ഒരു പോയിന്റ് വരുന്നത്. നമ്മുടെ ലൈസൻസ്ഡ് ഇലക്ട്രിക്കൽ കോൺട്രാക്ട് വഴിയാണ് ഈ വയറിംഗ് ജോലികൾ ചെയ്യേണ്ടത്. അവർക്ക് ലൈസൻസ് കിട്ടുക എന്നുള്ള ഒരു നല്ലൊരു പ്രോസസ്സാണ്. അതായത് ആദ്യം ഒരു വർഷം ഒരു കോൺട്രാക്ടറിൽ ഒരു അപ്രൻറ്റീസായിട്ട് ട്രെയിനിങ്ങിന് നിന്നും അതിനുശേഷം ഒരു വയർമാൻ പരീക്ഷ എഴുതി, വയർമാൻ പ്രാക്ടിക്കൽ പരീക്ഷ എഴുതി ഒരു ട്രെയിനിങ് കൂടി കഴിഞ്ഞാലാണ് ഇദ്ദേഹത്തിന് വയർമാൻ ലൈസൻസ് കൊടുക്കുന്നത്. അത്രയും ക്വാളിഫൈഡ് ആൾക്കാരാണ് ഈ വർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ അവരുടെ റെസ്പോൺസിബിലിറ്റിയാണ് ഈ പറഞ്ഞ സ്റ്റാൻഡേർഡ് സാധനങ്ങൾ ഉപയോഗിക്കുക എന്നുള്ളത്. പിന്നെ ക്വാളിറ്റി കൺട്രോൾ ഓർഡർ എന്നുള്ളൊരു ഓർഡറുണ്ട്. ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡിൻ്റെ ക്വാളിറ്റി കൺട്രോൾ ഓർഡർ പ്രകാരം ഈ വയറിംഗ് ഉപകരണങ്ങൾ, വയർ, സ്വിച്ചസ്, ഈ പറഞ്ഞ RCCB, MCB ഇതൊക്കെ ക്വാളിറ്റി കൺട്രോൾ ഓർഡറിൻ്റെ പരിധിയിൽ വരുന്ന ഉപകരണങ്ങൾ. ഈ സാധനങ്ങൾക്ക് ISI മാർക്ക് നിർബന്ധമാണ്. അങ്ങനെയല്ലാത്ത സാധനങ്ങൾ ഇന്ത്യയിൽ വിൽക്കാനോ വാങ്ങാനോ സൂക്ഷിക്കാനോ അധികാരമില്ല. ഈ റേറ്റിൻ്റെ വ്യത്യാസം അനുസരിച്ച് പലരും ഹൈ ക്വാളിറ്റി വാങ്ങാൻ നിൽക്കാറില്ല. പലപ്പോഴും ചിലപ്പോൾ ലോ ക്വാളിറ്റി അത് മതി, അതിൻ്റെ അതായത് ചുമരിൻ്റെ ഉള്ളിലൂടെ വരുന്നതല്ലേ അത് മതി എന്നൊരു ചിന്താഗതി പലരും ഞാൻ കണ്ടിട്ടുണ്ട്. ചുമരിൻ്റെ ഉള്ളിലൂടെ വരുന്ന പ്രത്യേകിച്ചൊന്നും സംഭവിക്കില്ല. അതുകൂടി ഒന്ന് പറയാം നമുക്ക്. ഇതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മളൊരു വീട് എടുക്കുമ്പോൾ ടൈൽസിൻ്റെ കാര്യം വരുമ്പോൾ നമ്മൾ ഏറ്റവും വില കൂടിയ ടൈൽസ് എടുക്കും. കാരണം അത് നമ്മൾ പുറത്ത് കാണും. കറണ്ടിൻ്റെ കാര്യം നേരെ തിരിച്ചാൽ ഇതൊന്നും കാണില്ല. ആകെ നമുക്ക് എഫക്റ്റ് ആവുന്നത് ഇപ്പോൾ ഫാൻ ആണെങ്കിൽ ആ ഫാൻ പോയിന്റ് മാത്രം, ബൾബ് ആണെങ്കിൽ ആ വെളിച്ചം മാത്രമേ നമ്മൾ ശ്രദ്ധയിൽ വരും. അപ്പോൾ ഇത് കൺസീൽഡ് ആയതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ലോ ക്വാളിറ്റിക്ക് വേണ്ടി പോകുന്നത്. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ആക്സിഡൻ്റ് കേസും അത് തന്നെയാണ്. നമ്മളിപ്പോൾ ഒരു വണ്ടി ഓടിക്കുകയാണെങ്കിൽ എതിരെ വരുന്ന വണ്ടിയെ നമുക്ക് ഒരു സെക്കൻഡും കാണാൻ പറ്റും. ഡ്രൈവർക്ക് ഒന്ന് ബ്രേക്ക് അപ്ലൈ ചെയ്യാൻ സമയം കിട്ടും. പക്ഷേ ഇലക്ട്രിസിറ്റിയെ സംബന്ധിച്ചോളം ആ ഉപകരണം നമ്മൾ തൊട്ടാൽ മാത്രമേ ഇവിടെ ഷോക്ക് ഉണ്ടെന്ന് അറിയാം. ഇന്നലെ വരെ ചിലപ്പോൾ ഇല്ലാതിരിക്കാം, ഇന്ന് രാവിലെ ആ ഉപകരണം തൊടുമ്പോൾ ഷോക്ക് ഇല്ലാതിരിക്കാം, പക്ഷേ അടുത്ത തവണ തൊടുമ്പോൾ അത് ഉണ്ടായേക്കാം. അപ്പോൾ ഈ കാണുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രധാനം. അതുകൊണ്ട് തന്നെ ഈ സേഫ്റ്റി മെഷർ എടുക്കുക, ഈ പറഞ്ഞ RCCB പോലുള്ള സുരക്ഷാ ഉപകരണങ്ങൾ സ്ഥാപിക്കുക എന്നുള്ളതാണ്. പിന്നെ ഗുണനിലവാരമുള്ള വയറിംഗ് സാധനങ്ങൾ ഉപയോഗിക്കുക, അതാണ് ഇതിൻ്റെ അകത്ത് ചെയ്യേണ്ടത്. അത് നമ്മുടെ ക്വാളിഫൈഡ് വയർമാൻമാർ ഇത് പാലിക്കുന്നുണ്ട്. പക്ഷേ ഇല്ലാത്ത കേസുകളും ഉണ്ട്. അത് കൺസ്യൂമർ ചിലപ്പോൾ വില കുറഞ്ഞതിന് പോകും, പക്ഷേ അത് അറിവില്ലായ്മയാണ്. ആ അറിവില്ലായ്മ മാറ്റിയെടുക്കുക എന്നുള്ളതാണ് ഇങ്ങനെയുള്ള ചർച്ചകളിലൂടെ നമ്മൾ ഉദ്ദേശിച്ചത്. ഇപ്പോൾ അതിന് നമ്മൾ സംസാരിക്കുമ്പോൾ കൃത്യമായി നമ്മൾ പറയണമെന്നുള്ളതുകൊണ്ട് പറയുകയാണ്. പല ആളുകളും ലൈസൻസ്ഡ് ആയിട്ടുള്ള പേഴ്സൺസ് ലാസ്റ്റ് സമയത്താണ് എന്താണ് പറയുക, ഒരു പരിശോധകനായിട്ട് മാത്രം വന്നു പോകുന്നൊരവസ്ഥയുണ്ട്. അതായത് ഏതെങ്കിലും ഒരു ആളുകൾ ആരെങ്കിലും ചെയ്ത് വെച്ചിട്ടുള്ളൊരു വർക്ക്, ഒരു ലൈസൻസ്ഡ് പേഴ്സൻ്റെ കൂടെ കുറച്ച് നാൾ വർക്കിന് പോയി പഠിച്ച ഒരാൾ സ്വന്തമായി വർക്ക് എടുക്കുന്നു. പിന്നീട് അദ്ദേഹം വർക്ക് എടുത്തതിന് ശേഷം ഇയാളിലേക്ക് ഈ ലൈസൻസ്ഡ് പേഴ്സണിലേക്ക് പോകണം. അപ്പോൾ സ്വാഭാവികമായും ഇതിൻ്റെ പൂർണ്ണമായ സേഫ്റ്റി അവിടെ നടക്കുന്നുണ്ടോ? ഇല്ല. ആ കാര്യത്തിൽ പിന്നെ താങ്കളിപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഈ ലൈസൻസ് ഇല്ലാതെ ഒരാൾ പ്രവൃത്തി ചെയ്യുകയും ആ പ്രവൃത്തി അയച്ചതിന് ശേഷം ലൈസൻസ് ഉള്ള ഏതെങ്കിലും ഒരാൾ വഴി അതിൻ്റെ പേപ്പർ ഇലക്ട്രിസിറ്റി ബോർഡ് സമർപ്പിക്കുകയും ചെയ്യുന്ന ഒരു ഇത് നമ്മുടെ നാട്ടിലുണ്ട്, കീഴ്വഴക്കമുണ്ട്. അപ്പോൾ അത് തടഞ്ഞേ മതിയാവുള്ളൂ. കാരണം അതുമൂലമാണ് പല വർക്കുകൾ, കാരണം ലൈസൻസ് ഉള്ള ഒരാൾ പോയി നോക്കും, ചിലപ്പോൾ സൈറ്റിൽ പോയി നോക്കുന്ന പോലും ഇല്ലാതെ പേപ്പർ ഒപ്പിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ പ്രവണത പിന്നെ അപകടങ്ങൾക്ക് കാരണം റെസ്പോൺസിബിലിറ്റി ആ കാര്യത്തിൽ ഇല്ല. രണ്ട് കാരണങ്ങളുണ്ട്. നമ്മളിപ്പോൾ കഴിഞ്ഞ ദിവസം ഇന്നത്തെയാണ് പത്രത്തിൽ ഞാൻ കണ്ടു, ഓരോ കറണ്ട് ബില്ല് വളരെയധികം വർദ്ധിച്ചു. കറണ്ട് ബില്ല് വർദ്ധിക്കുന്നതിന് രണ്ട് കാരണങ്ങളിൽ ഒന്ന് ഇതാണ്. അതായത് ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വയറിംഗ് നിലവാരമില്ലാതെ ചെയ്യുകയും അതിനകത്ത് വരുന്ന ജോയിൻറ്റുകൾ എവിടെയും ലീക്കേജ് വരികയും ചെയ്യുമ്പോൾ ഒന്ന് ബില്ല് കൂടും. അതിനേക്കാൾ ഉപരിയായിട്ട് അവിടെ ഒരു അപകടത്തിലേക്ക് ഒരു സാധ്യത തുറന്നിടുകയാണ്. വൈദ്യുതി ലീക്കാണ് എന്ന് പറഞ്ഞാൽ എപ്പോൾ വേണമെങ്കിലും അവിടെ അപകടം സംഭവിക്കും. അതുകൊണ്ട് തന്നെ ഈ പ്രവണത നമ്മൾ തടഞ്ഞേ മതിയാവുള്ളൂ. ലൈസൻസ് ഉള്ള ആൾക്കാർ ഒരു കാരണവശാലും തങ്ങളുടെ ചെയ്തതല്ലാത്ത പ്രവൃത്തിക്ക് പേപ്പർ വർക്കുകൾ ചെയ്യരുത്. അതാണ് ഇതിന് പിന്നിലുള്ള ഏറ്റവും വലിയ കാരണം. അങ്ങനെ ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ അവർക്ക് ഒരിക്കലും കണക്ഷൻ കിട്ടത്തില്ല. കണക്ഷൻ കിട്ടാതെ ആകുമ്പോൾ കൺസ്യൂമർ തന്നെ ആദ്യമേ ചോദിക്കും, താങ്കൾക്ക് ലൈസൻസ് ഉണ്ടോ, താങ്കളുടെ ലൈസൻസ് എവിടെ എന്ന് പറയുമ്പോൾ അവിടെ അങ്ങനെ ഒരു ചോദ്യം കൺസ്യൂമർ ഭാഗത്തു നിന്ന് ഉയർന്നു വന്നാൽ ഈ പ്രവണത നമുക്ക് തടയാൻ കഴിയും. ഈ കൺസ്യൂമർ പാലിക്കേണ്ട ഒരു മര്യാദയാണ് ഏൽപ്പിക്കുന്ന ആൾ ലൈസൻസ്ഡ് ആണ് എന്ന് പൂർണ്ണമായി ഉറപ്പുവരുത്തണം. മര്യാദ എന്നല്ല, അവരതിനെക്കുറിച്ച് ബോധവാന്മാരല്ല ഇപ്പോൾ നമ്മുടെ അവസ്ഥയിൽ. കാരണം വയറിംഗ് അറിയുന്ന ആർക്കെങ്കിലും ജോലി കൊടുക്കുകയാണ്. ഈ സാറ് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം,
നമ്മൾ ടൈൽ ഏറ്റവും നല്ല ടൈൽ എടുക്കും, അത് വില കൂടിയ ടൈൽ എടുക്കും. പക്ഷേ വയറിങ്ങിൻ്റെ കാര്യം വരുമ്പോൾ ലൈസൻസ്ഡ് പേഴ്സൻ്റെ അടുത്ത് ഒരു വർക്കിന് ഒരു ദിവസം അയാൾക്ക് 1000 ആണെങ്കിൽ ഒരു സാധാരണ, എനിക്കറിയാം വയറിങ്, ഞാൻ ചെയ്യുമെന്ന് പറയുമ്പോൾ അയാൾക്ക് 500 രൂപയുള്ളെങ്കിൽ അയാളെ ഏൽപ്പിക്കുക എന്നുള്ള ഒരു തന്ത്രപരമായ കാര്യം, എനിക്ക് വലിയ ലാഭം ലഭിക്കുന്നു. പക്ഷെ എത്ര വലിയ അപകടത്തിലേക്ക് അത് വലിയൊരു അപകടത്തിലേക്ക് പോകുന്നുണ്ട്. ഞാൻ പറയില്ല, അതിന് ഈ കൺസ്യൂമേഴ്സ് ഭാഗത്ത് നിന്ന് നല്ലൊരു ബോധവൽക്കരണം കൂടിയേ പാടുള്ളൂ. കാരണം കൺസ്യൂമർ തന്നെ, ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം തന്നെ വീണ്ടും ആവർത്തിക്കണം, കൺസ്യൂമർ തന്നെ താങ്കൾക്ക് വയറിംഗ് ലൈസൻസ് ഉണ്ടോ, ഉണ്ടെങ്കിൽ എവിടെ എന്നൊരു ചോദ്യം അവിടെ വന്നാൽ ഈ പ്രവണത ഒരു പരിധിവരെ നമുക്ക് തടയാൻ കഴിയും. അത് ഏറ്റവും ക്വാളിറ്റി ആയിട്ട് ചെയ്യണം എന്നുള്ള ബോധവൽക്കരണമാണ് ആദ്യം വേണ്ടത്. കാരണം വൈദ്യുതി ആ വീടിന്റെ മുക്കിലും മൂലയിലും തീർച്ചയായും പാസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ്. അതെ, ഇതിപ്പോൾ താൽക്കാലികമായി ഉണ്ടാകുന്ന ഒരു ലാഭത്തിന് വേണ്ടി ഇത് ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് പിന്നീട് വരുന്നത് ജീവഹാനിയും, പിന്നെ ചിലപ്പോൾ ഇതേപോലെ തന്നെ ബില്ല്, KSEBിൻ്റെ ബില്ല് വളരെയധികം വർദ്ധിക്കുകയും ചെയ്തൊരവസ്ഥ വരും. കാരണം ലീക്ക് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ബില്ല് കൂടും, മീറ്റർ റീഡിങ് ചെയ്യും. അപ്പോൾ അതും വലിയൊരു അപകടത്തിലേക്ക് പോകും. ഇപ്പോൾ എർത്ത് കമ്പിയിലൂടെ തട്ടി ഷോക്കടിച്ച് മരണപ്പെടുന്ന സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ അത്ര അപൂർവമൊന്നുമല്ല. അതിന് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഉപകരണങ്ങളുടെ നിലവാരമില്ലായ്മ തന്നെയാണ്. ആ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളുടെ അല്ലെങ്കിൽ വയറിങ്ങിലെയോ നിലവാരക്കുറവ് മൂലമാണ് ഉണ്ടാകുന്നത്. ഇപ്പം ഒരു വലിയ പ്രശ്നം കൂടി മലയാളി അഭിമുഖീകരിക്കുന്നത് എനിക്ക് തോന്നുന്നു, കേരളത്തിൽ മാത്രം 5-6 ലക്ഷം പിന്നെ ബംഗാളീസ് ആയിട്ടുള്ള എന്താണ് പറയുക, നമ്മളെ അതിഥി തൊഴിലാളികളുണ്ട്. നമ്മൾ അതിഥി തൊഴിലാളി ഓക്കെ, ജോലി എടുക്കാൻ നമ്മളും പലയിടങ്ങളിലും പോകുന്നുണ്ട്. പക്ഷെ അവരൊക്കെ ഇത്തരം വർക്കുകളിലേക്ക് നീങ്ങുന്ന സമയത്ത് എത്രത്തോളം സേഫാണ് എന്നുള്ളൊരു പരിശോധന ഒരു നിങ്ങളുടെ ഫീൽഡ് വർക്കിൽ ഏറ്റവും കൂടുതൽ മനസ്സിലായിട്ടുള്ള കാര്യമായിരിക്കും. പിന്നെ നിങ്ങൾ പറയുന്നത് 100% ശരി തന്നെയാണ്. കാരണം നമുക്കറിയാം, നമ്മുടെ കേരളത്തിലെ നിർമ്മാണ മേഖലയിൽ 90% തൊഴിലാളികളും അതിഥി തൊഴിലാളികൾ തന്നെയാണ്. പക്ഷേ നമുക്ക് അതിഥി തൊഴിലാളികൾ ഒഴിവാക്കിക്കൊണ്ട് ഒരിക്കലും നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. അപ്പോൾ പക്ഷേ അവരെ ബോധവൽക്കരിക്കുക എന്ന് പറയുന്നത് പ്രായോഗികമായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. പക്ഷേ നമുക്ക് അവിടെ ചെയ്യാൻ കഴിയുന്ന കാര്യം അന്നേരമാണ് ഈ ലൈസൻസിലുള്ള ഒരു വയർമാൻ എന്തായാലും അവിടെ വയറിങ്ങിന് അവിടെ ഉണ്ടാവും. ഇദ്ദേഹത്തിൻ്റെ കണ്ണിൽ ഈ അപകടാവസ്ഥയിൽ ചെയ്യുന്ന, കാരണം വളരെ അപകടം പിടിച്ച് ഞങ്ങൾ നേരിട്ട് പലപ്പോഴും കണ്ടിട്ടുണ്ട്. ഇവർ ഈ കട്ടിംഗ് മെഷീനുള്ള ഉൾപ്പെടെയുള്ള ടൈല് കട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ കോൺക്രീറ്റ് കട്ട് ചെയ്യുന്നതോ അല്ലെങ്കിൽ കമ്പി മുറിക്കുന്ന ഉൾപ്പെടെയുള്ള മെഷീനുകൾ പ്രവർത്തിപ്പിക്കുന്ന എടുക്കുന്ന വയറിംഗ് സംവിധാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കും അതിൽ നടന്നു പോകുന്ന ആർക്കും എപ്പോൾ വേണമെങ്കിലും ഷോക്ക് അടിക്കാവുന്ന അവസ്ഥ ചെയ്തിട്ടുണ്ട്. അവിടെ ഈ നേരത്തെ പറഞ്ഞ RCCB പോലുള്ള ഉപകരണങ്ങളൊന്നും അവർ ഉപയോഗിക്കാറേ ഇല്ല. അപ്പോൾ ഇതിനൊരു തടയാനുള്ള ഒരു 2 മാർഗ്ഗങ്ങളും, ഒന്ന് ഇതിൻ്റെ എഞ്ചിനീയർമാരെ, സൂപ്പർവൈസ് ചെയ്യുന്ന എഞ്ചിനീയർമാരെ ഈ കാര്യത്തിൽ കൃത്യമായി ബോധവൽക്കരിക്കുക. രണ്ടാമതായി അവിടെ തന്നെ വയറിംഗ് പ്രവൃത്തിയുമായി ബന്ധപ്പെട്ടെത്തുന്ന കോൺട്രാക്ടർമാർ ഇത് കാണുകയാണെങ്കിൽ ഈ കാര്യത്തിൽ അവർ അതിനൊരു മുൻകൈ എടുത്ത് ഇത് ചെയ്യാവുന്നതാണ് ഒരു പോംവഴി. സാറിലേക്ക് വരാം. ഇപ്പോൾ നമ്മൾ ലൈസൻസ്ഡ് ആയിട്ടുള്ള പേഴ്സൺസ് ചെയ്യുന്ന കാര്യങ്ങൾ, വർക്കുകളെ കുറിച്ചിട്ട് പറഞ്ഞു. ഇപ്പോൾ ഈ വീടുകളിലായിക്കോട്ടെ ഈ പൊതുനിരത്തിലായിക്കോട്ടെ ഡയറക്റ്റ് വൈദ്യുതി വലിച്ചിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ ഈ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിൽ എത്രത്തോളം ശ്രദ്ധ വന്നിട്ടുണ്ട്? അതിനുള്ള മാർഗ്ഗങ്ങൾ എന്തൊക്കെ സ്വീകരിച്ചിട്ടുണ്ട്? അതായത് നടപടികൾ എന്തൊക്കെയാണ് ഉണ്ടാകാറുള്ളത്? ഡയറക്റ്റ് ഇത് വൈദ്യുതി എടുക്കുക എന്ന് പറയുന്നത് വൈദ്യുതി മോഷണമാണ്. അപ്പോൾ വൈദ്യുതി മോഷണം ശ്രദ്ധയപ്പെട്ട ഉടനെ തന്നെ അതിനകത്ത് ഞങ്ങൾ ഇൻസ്പെക്ട് ചെയ്ത് സപ്ലൈ കട്ട് ചെയ്ത് അതിനകത്തുള്ള അസസ്മെൻറ്റ് സെക്ഷൻ ഇലക്ട്രിസിറ്റി ആക്ട് സെക്ഷൻ 135 പ്രകാരമുള്ള നടപടിയായിട്ട് മുന്നോട്ട് പോകും. ഇതിൽ അപകടങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അതിനകത്ത് സൈറ്റ് മാസ്റ്റർ ഉണ്ടാക്കും. അതിനകത്തുനിന്ന് ആ സൈറ്റ് മാസ്റ്റർ നമ്മൾ അതിനകത്ത് എന്താണ് ഇത് വന്നതെന്നും ഞങ്ങളുടെ ഭാഗത്തുനിന്ന് വല്ല ലാക്സിറ്റി ഉണ്ടായിരുന്നോ അതോ കൺസ്യൂമർ ഞങ്ങളറിയാം. ഇപ്പോൾ തോട്ടത്തിൽ കൂടെയൊക്കെ പോകുന്ന ഒരു വീട്, നമ്മൾ എല്ലാ മീറ്റർ റീഡേഴ്സും 2 മാസം ഒരിക്കൽ നമ്മൾ എല്ലാ വീട്ടിലും മീറ്ററിൽ പോയിട്ട് റീഡിങ് എടുക്കുന്നതാണ്. അപ്പം ഇപ്പോൾ വൈദ്യുതി മോഷണത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പം ഈ മീറ്റർ ബൈപ്പാസ് ഇതൊക്കെ എടുക്കുകയാണെങ്കിൽ ഇവർക്ക് കാണാൻ പറ്റും. അപ്പോൾ അവർക്ക് റിപ്പോർട്ട് ചെയ്യാൻ പറ്റും. നേരെ മറിച്ച് ഈ രാത്രി സമയങ്ങളിലൊക്കെ ഈ തോട്ടത്തിൽ കൂടി അവരുടെ വീട്ടിനടുത്തുള്ള തോട്ടത്തിൽ കൂടി കടന്നു പോകുന്ന ലൈനിൽ നിന്ന് ഹുക്ക് ചെയ്തെടുക്കുന്ന പ്രവണത കാണുന്നുണ്ട്. പലപ്പോഴും നമ്മൾ ഈ എസ്റ്റേറ്റ് മേഖലയിലൊക്കെയാണ് അത് കാണുന്നത്. അപ്പോൾ അതൊക്കെ നമുക്ക് ഒന്നല്ലെങ്കിൽ വല്ല ഇൻഫർമേഷൻ കിട്ടണം. ആരെങ്കിലും ചിലപ്പോൾ അയൽവക്കക്കാർ ആരെങ്കിലുമൊക്കെ ആയിരിക്കും വിളിച്ച് പറയും. ഇപ്പോൾ ഈ അടുത്ത് തന്നെ റിപ്പൺ മേഖലയിൽ ഒരാൾ അങ്ങനെ ചെയ്തിട്ട് ഞങ്ങൾ അതിനകത്ത് അസസ്മെൻറ്റൊക്കെ നടത്തി വളരെ ഉയർന്ന രീതിയിലുള്ള പെനാൽറ്റിയൊക്കെ കൊടുത്തിരുന്നു. അപ്പം ഒരു പ്രാവശ്യമൊക്കെ നമ്മളൊരു ശിക്ഷയ്ക്ക് മാക്സിമം പെനാൽറ്റി കൊടുത്തിട്ട് അവരെ ഇതാക്കും. രണ്ടാമതാകുമ്പോൾ വീണ്ടും അത് പിന്നെ ഒരു ക്രിമിനൽ കുറ്റമാണ്. അതിൻ്റെ പോലീസ് ആ പ്രൊസീഡിങ്സ് വേറെ ഉണ്ട്. അപ്പം ഇതൊക്കെ ഒരുതരം അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന ഒരു അനധികൃതമായതും അറിവില്ലായ്മയും ഉണ്ടാക്കുന്ന അപകടങ്ങൾ ചെറുതല്ല. അപകടങ്ങളുണ്ട്. പക്ഷെ എന്താ പറയുക, അറിയില്ല എന്ന് പറയുന്നത് കുറച്ച് തെറ്റാണ്. കാരണം അറിയില്ല എന്ന് പറയാൻ ഇത് ഇതിനെപ്പറ്റി നന്നായി അറിയുന്നവർക്കാണ് വൈദ്യുതി ഇത്ര അപകടകരമാണ് എന്ന് അറിയാതെ. ഞങ്ങളിപ്പോൾ നോട്ട് ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇത്തരം ഹുക്ക് ചെയ്തതിലൊക്കെ ഒരു ഇലക്ട്രീഷ്യൻ്റെ കൈ, ഈ നേരത്തെ പറഞ്ഞ ഒരു ലോക്കൽ ഇലക്ട്രീഷ്യൻ്റെ ഇൻഫ്ലുവൻസ് കൈയൊക്കെ പലപ്പോഴും പല സംഭവങ്ങളിൽ ഞങ്ങൾ ശ്രദ്ധപ്പെട്ടിട്ടുണ്ട്. പാർട്ടി ചിലപ്പോൾ അറിയുന്നില്ല, പാർട്ടി പറയാടാ എനിക്ക് ഇങ്ങനെ ഒന്ന് ചെയ്തു തരണമെന്ന് പറയുമ്പോൾ അവിടുത്തെ ഒരു ലോക്കൽ ഇലക്ട്രീഷ്യൻ, നേരത്തെ സാറ് പറഞ്ഞ പോലത്തെ ഈ കുറച്ച് കണ്ടുപഠിച്ച കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്. അവർ പോയിട്ട് ഇതേപോലത്തെ പരിപാടിയൊക്കെ ചെയ്തു കൊടുക്കും.
ഈ ഹുക്ക് ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ വിളിക്കാനും ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഇവർ മിക്കവാറും ഇങ്ങനത്തെ ആൾക്കാരാണ്. ലൈസൻസ്ഡ് കോൺട്രാക്ടർ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. പക്ഷേ ഇവരായിട്ട് കണ്ടുപഠിച്ച് കുറേ ആൾക്കാരുണ്ട്. ഇതൊക്കെ ഇങ്ങനത്തെ വികൃതികളൊക്കെ ചെയ്തു കൊടുക്കും. ഈ വീടുകളിൽ ചെയ്യുന്ന പല വർക്കുകളും ഉണ്ട്. ഒരു മെയിൻ്റനൻസ് വർക്ക് ചെയ്യുന്ന സമയത്ത് ഓൾറെഡി അവിടെ ഉള്ള വൈദ്യുതി ആയിരിക്കാം. അപ്പോൾ അവിടെ ചില പ്രത്യേക എക്യുപ്മെൻറ്റ്സ് ഒക്കെ വർക്ക് ചെയ്യേണ്ട ഒരു അവസ്ഥ വരാറുണ്ട്. ആ സമയത്ത് ഇതേ വൈദ്യുതി തന്നെയാണ് അവർ അതിനും വേണ്ടി യൂസ് ചെയ്യുന്നത്. അതിൻ്റെ ഒരു വാൾട്ട് വ്യത്യാസമൊക്കെ വരുന്ന സമയത്ത്, അതായത് നമ്മളിപ്പോൾ വീടുകളിൽ നമ്മൾ 1 താരിഫിലാണ് കണക്ഷൻ കൊടുക്കുന്നത്. അപ്പം സ്വാഭാവികമായിട്ടും ഇപ്പോഴത്തെ ഇത് പ്രകാരം നമുക്ക് എന്താണ് ELCB ഒക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ പ്രൊട്ടക്ഷൻ്റെ ഒരു പ്രശ്നമില്ല. ഇനിയിപ്പോൾ അഡീഷണൽ ആയിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് വല്ല ടൈലോ ഇതൊക്കെ ഇട്ടാണ്ട് അഡീഷണൽ എക്യുപ്മെൻറ്റ് ഉപയോഗിക്കുമ്പോൾ അത് നമ്മൾ ഒരു എക്സ്റ്റൻഷൻ ആയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിന് അഡീഷണൽ 1 കിലോവാട്ടിന് ഇത്ര പൈസ വെച്ചിട്ട് നമ്മൾ അടയ്ക്കണം. ഇപ്പോൾ ഒരാഴ്ചത്തേക്ക് 2 ആഴ്ചത്തേക്കൊക്കെ വേണമെങ്കിൽ പൈസ അടച്ച് എടുക്കാം. ഇനി അല്ലാത്ത എന്ന് വെച്ചാൽ കൺസ്ട്രക്ഷൻ താരിഫ് തന്നെ വേറൊരു സെപ്പറേറ്റ് കണക്ഷൻ എടുക്കാം. ഇപ്പോൾ ഇദ്ദേഹത്തിന് ഒരു വീട് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഒരു കൺസ്ട്രക്ഷൻ താരിഫിൽ ഒരു കണക്ഷൻ സെപ്പറേറ്റ് ആയിട്ട് എടുക്കാം. അപ്പോൾ അഡീഷണൽ പൈസ വെച്ച് എടുത്താൽ എന്തായിരിക്കും, നമുക്ക് കറണ്ട് ഈ മീറ്ററിൽ കാണിക്കുന്ന കറണ്ട് ബില്ലും കിട്ടും, പ്ലസ് ഇയാൾ എടുത്ത ഈ അത്ര ദിവസമുള്ള അഡീഷണൽ പൈസ. അല്ലാതെ സെയിം എടുത്ത അതേ കറണ്ടിൽ നിന്നാണ് ഇവർ യൂസ് ചെയ്യുന്നതെങ്കിൽ എങ്ങനെ ഇപ്പോൾ വീട്ടിൽ ഓൾറെഡി ഉള്ള വൈദ്യുതി അത് ഉപയോഗിക്കാം. അതാ പറയുന്നത്. ഇപ്പം ഒരു കട്ടർ ഉപയോഗിക്കുകയാണെങ്കിൽ ഇയാൾ 3 ദിവസത്തേക്കാണ് ഇയാൾക്ക് കട്ടർ, ഇപ്പോൾ ടൈലൊക്കെ ചെറിയ ചെറിയ ആവശ്യങ്ങൾ വരുമല്ലോ. അപ്പം അവർക്ക് പൈസ അടച്ചിട്ട് 1 കിലോവാട്ടിന് ഇത്ര പൈസ വെച്ചിട്ട് അടച്ചിട്ട് അത് ഇതേ കണക്ഷൻ തന്നെ മതിയാവും. അതേ കണക്ഷൻ തന്നെ മതിയാവും. ഇനി മേജറായിട്ട് വലിയ കൺസ്ട്രക്ഷൻ ഒരു വീടൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ സ്വന്തമായിട്ട് എന്തായാലും ഒരു 6 ഓഫ് താരിഫിൽ ഒരു കൺസ്ട്രക്ഷൻ ഇതെടുക്കണം. ഓക്കെ. അപ്പോൾ ഇതിനകത്ത് എനിക്ക് പറയേണ്ട ഒരു പോയിന്റ് എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ സാറ് നേരത്തെ പറഞ്ഞ ELCB മസ്റ്റാണ് പറഞ്ഞു. ഈ ELCB വെച്ചുകൊണ്ട് മാത്രം നമുക്ക് ഒരു വീട്ടിൽ സേഫ് എന്ന് പറയാൻ പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ കഴിഞ്ഞ വർഷം ഫറോക്കിൽ ഒരു ആക്സിഡൻറ്റ് ഉണ്ടായി. എന്താണെന്ന് വെച്ചാൽ അവിടെ ഒരു നല്ലൊരു വീടാണ്, ഒരു സൈനികൻ്റെ വീടാണ്. ELCB ഒക്കെ വെച്ചിട്ടുണ്ട്, വയറിംഗ് ഒക്കെ പ്രോപ്പറാണ്. എന്താ കാര്യം എന്ന് വെച്ചാൽ അവിടെ ഒരു ഇൻവേർട്ടർ ഉണ്ട്. അപ്പോൾ ഇദ്ദേഹം ഇൻവേർട്ടർ അതിനകത്ത് നമ്മളെ സിസ്റ്റത്തിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇദ്ദേഹം എന്താ വെച്ചാൽ സപ്ലൈ പോയ സമയത്ത് നമ്മൾ KSEBിൻ്റെ സപ്ലൈ പോയ സമയത്ത് ഇൻവേർട്ടർ ഒന്ന് തുടയ്ക്കാമെന്ന് വിചാരിച്ചിട്ട് ഒന്ന് വൃത്തിയായി സ്റ്റെപ്പിൻ്റെ അടിയിൽ കഴിച്ചിരിക്കുകയാണ്. ഇൻവേർട്ടർ ഒന്ന് വൃത്തിയാക്കാമെന്ന് വെച്ചിട്ട് മൂപ്പര് ഇൻവേർട്ടർ തുടയ്ക്കാൻ പോയപ്പോൾ ഷോക്ക് അടിച്ച് മരിച്ചു. അതെന്താ കാര്യം, ELCB അവിടെ കിടക്കുന്നത്. ELCBക്ക് ശേഷമാണ് ഈ ഇൻവേർട്ടർ വരുന്നത്. ഈ ഇൻവേർട്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ ബാറ്ററിയിൽ നിന്ന് അതിനകത്ത് നമ്മൾ KSEB സപ്ലൈ ഉള്ളപ്പം ഈ ഇൻവേർട്ടറിന് കണക്ട് ചെയ്തിട്ടൊരു ബാറ്ററി ഉണ്ട്. ഈ ബാറ്ററിയിൽ അത് സ്റ്റോർ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ KSEB സപ്ലൈ ഇല്ലാകുമ്പോൾ എന്ത് ചെയ്യും, ഈ ബാറ്ററിയിൽ നിന്ന് ഇൻവേർട്ടർ വരും. ഇദ്ദേഹം എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഇൻവേർട്ടറിൻ്റെ ഒരു പ്ലഗ് ഉണ്ട്, ഇൻവേർട്ടറിൻ്റെ ഔട്ട്, അത് ഓഫാക്കി. പക്ഷെ അത് ഓഫാക്കിയോണ്ട് ഇൻവേർട്ടർ ഓഫായിട്ടില്ല. എന്നിട്ട് മൂപ്പിൽ തുടയ്ക്കാൻ തുടങ്ങി. അപ്പോൾ തുടയ്ക്കാൻ ഈ പ്ലഗിൻ്റെ എടുത്താൽ പറ്റും. അത് മനസ്സിലായോ? ഈ ഇൻവേർട്ടർ പറഞ്ഞ ഒരു ബോക്സ് ആണല്ലോ. ഈ ബോക്സിൽ നിന്ന് ഒരു ഔട്ട്ലെറ്റ് ഒരു പ്ലഗ് വരും. ഈ പ്ലഗ് നമ്മൾ ഇതിനെ കണക്ട് ചെയ്താലാണ് നമ്മളെ വയറിങ്ങിലേക്ക് വരുന്നത്. ഇതെന്ന് വെച്ചാൽ ആ പ്ലഗ് ഓഫാക്കിയിട്ടുള്ളൂ. ഇൻവേർട്ടർ പറഞ്ഞ സാധനം ഓഫാക്കാണ്ട് മുമ്പ് ഓൾറെഡി അതിൽ കറണ്ട് ഉണ്ടായി. അതിനകത്തുനിന്ന് കറണ്ട് വരും. കാരണം KSEBിന്റെ സപ്ലൈ പോകുമ്പോൾ അപ്പം തന്നെ ഇത് ഓട്ടോമാറ്റിക്കായി സപ്ലൈ വന്നുകൊണ്ടിരിക്കും. ബാറ്ററിന്ന് ഇത് വന്ന് ഇതായി അദ്ദേഹം തുടച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ സോക്കറ്റിൻ്റെ അവിടെ തട്ടി ഷോക്ക് അടിച്ച് മരിച്ച ഒരു സൈനികനാണ്. അപ്പോൾ അതും ഒരു പോയിന്റാണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ എത്ര സേഫ് ആയാലും നമ്മൾ എല്ലാ വശങ്ങളും നോക്കണം എന്ന് പറയുന്നതാണ്. അപ്പോൾ ELCB ഉണ്ടായതുകൊണ്ടാണ് കാര്യമില്ല എന്നുള്ളൊരു എക്സാമ്പിളും കൂടിയാണ് അത്. ഓക്കെ സാർ, ELCBയുടെ കാര്യമാണ് പറഞ്ഞത്. ഇതൊരു വലിയ എക്സാമ്പിളാണ് അല്ലേ? സാറ് പറഞ്ഞത് വളരെ ശരിയാണ്. കാരണം നേരത്തെ നമുക്ക് വീടുകളിലുള്ള സപ്ലൈ എന്നാൽ KSEB തരുന്ന സപ്ലൈ മാത്രമേ ഉള്ളൂ. ഇപ്പം നമുക്ക് സോളാറുണ്ട്. ഇനി ഭാവിയിൽ ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റം എന്നുള്ള പറഞ്ഞ സംഭവം വരാൻ പോവുകയാണ്. അപ്പോൾ സാറി പറഞ്ഞ കാര്യത്തിൻ്റെ അകത്തുള്ള ഇൻവേർട്ടർ വെക്കുമ്പോഴത്തേക്ക് ശരിക്കും ഇൻവേർട്ടറിൻ്റെ ഔട്ടിൽ വേറെ RCB കൂടി വെക്കണം. കാരണം ആ സപ്ലൈയും ഈ സപ്ലൈയും നമ്മൾ ബന്ധം. പിന്നെ രണ്ടാമത്തെ കാര്യം സാറ് പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട കാര്യം, ഇൻവേർട്ടർ എന്ന് പറയുന്നത് ബാറ്ററിയാണ് അതിൻ്റെ സോഴ്സ്. അപ്പോൾ ആ സോഴ്സ് കൂടി ഐസൊലേറ്റ് ചെയ്യാതെ ഓഫ് ചെയ്യാതെ നമ്മൾ ഒരിക്കലും ആ എക്യുപ്മെൻറ്റിൽ വർക്ക് ചെയ്യാൻ പാടില്ല. അതാണ് അവിടെ പ്രധാനപ്പെട്ട കാര്യം. സോഴ്സ് ബാറ്ററിയാണ്. പക്ഷേ അപ്പോൾ ശരിക്കും ഇൻവേർട്ടർ ശരിക്കും ഒരു ക്വാളിഫൈഡ് ആൾ മാത്രം കൈകാര്യം ചെയ്യേണ്ട ഒരു ഉപകരണമാണ്. ഏതെങ്കിലും ഒരാൾക്കാർ ചുമ്മാ കയറി ചെയ്യേണ്ട ഒരു ഉപകരണമല്ല. കാരണം അതിനെ എത്ര ഡിഡാക്കാൻ വിചാരിച്ചാലും ഈ ബാറ്ററി കറക്റ്റായിട്ട് കട്ട് ചെയ്യാതെ നമുക്ക് ഒരിക്കലും അതിൻ്റെ സപ്ലൈ ഇല്ലാതാക്കാൻ പറ്റില്ല. ELCB ഇൻവേർട്ടറിൻ്റെ ഔട്ട്പുട്ട് ക്ലിയർ ആണ്. ഔട്ട്പുട്ടിൽ സേഫ്റ്റി കിട്ടണമെങ്കിൽ ഇൻവേർട്ടറിൻ്റെ ഔട്ട്പുട്ടിൽ വേറെ RCB കൂടി വെക്കണം. ലൈസൻസ്ഡ് ഇലക്ട്രിക്കൽ കോൺട്രാക്ട് ഇപ്പം നമ്മുടെ ഡെപ്യൂട്ടി അനിലിൻ്റെ വീട്ടിൽ വളരെ വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഇൻവേർട്ടർ വെച്ചിട്ടുണ്ട്. ഇൻവേർട്ടറിൻ്റെ ഔട്ട്പുട്ടിലും പിന്നെ രണ്ട് RCB വേണം. ഒരിക്കലും ഒരു വീട്ടിൽ ഒരു RCB വെച്ചതുകൊണ്ട് മുഴുവൻ പ്രൊട്ടക്ഷൻ കിട്ടും നമുക്ക് പറയാൻ പറ്റില്ല. നമ്മുടെ ഇൻസ്റ്റലേഷൻ്റെ സൈസ് കൂടുന്നതനുസരിച്ചിട്ട് ഒരു RCB മതിയാകത്തില്ല. സാധാരണ വീട്ടിൽ മാത്രമേ ഒരു RCB കൊണ്ട് നമുക്ക് പ്രൊട്ടക്ഷൻ തരാൻ പറ്റത്തുള്ളൂ. വലിയ വീടാകുമ്പോഴത്തേക്ക് ചിലപ്പം അതിനെ സെക്ഷനലൈസ് ചെയ്തിട്ട് ഓരോ സെക്ഷനിലും വേറെ RCB കൊടുക്കും. ഇത് കേൾക്കുമ്പോൾ പ്രേക്ഷകർ വിചാരിക്കും വലിയ സംഖ്യയാണ് ഇതിനോടൊപ്പം ചേർത്ത് വെക്കേണ്ടതെന്ന്. പക്ഷെ അതിന് വരുന്ന തുക കൂടി നമുക്കൊന്ന് പറയാം. വളരെ നാമമാത്രമായ തുകയാണുള്ളത്. ഒരു RCBക്ക് നമുക്ക് നോർമലി 2000 രൂപയാണ് വില വരുന്നത്. 2000 രൂപ മാത്രമേ വരുന്നത്. പക്ഷേ ഇതിനകത്ത് ചിന്തിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, നേരത്തെ നമ്മൾ പറഞ്ഞു 2014 RCB നിർബന്ധമാക്കിയെന്ന് പറഞ്ഞു. പക്ഷേ അന്നേരം സംഭവിച്ച കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ അന്നേരം 1750 രൂപയായിരുന്നു അതിന് വിലയുണ്ടായിരുന്നത്. പക്ഷേ ആ സമയത്ത് നമ്മുടെ മാർക്കറ്റിലേക്ക് 300 രൂപക്കും 400 രൂപക്കും
ഡ്യൂപ്ലിക്കേറ്റ് സാധനങ്ങൾ ഇറങ്ങാൻ തുടങ്ങി. ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും KSEB ഇടപെടലുകൾ കൊണ്ട് അത് നമുക്ക് ഒരു പരിധി വരെയൊക്കെ ഇപ്പം മാർക്കറ്റിൽ കിട്ടാനില്ല. KSEB ഇപ്പം നോക്കുമ്പോഴത്തേക്ക് ഒന്നുമില്ല, അത് വാങ്ങിയ അതിൻ്റെ ഒരു ബില്ലോ എന്തെങ്കിലും ഇപ്പം നോക്കുന്നുണ്ട്. നമ്മളും വ്യാപകമായിട്ട് നമ്മൾ വ്യാപകമായിട്ട് ഇങ്ങനെ ബോധവൽക്കരണ പരിപാടി നടത്തുന്നുണ്ട്. നമ്മുടെ ലൈസൻസ് എത്ര എളുപ്പത്തിലേക്കാണ് ചാടിപ്പോയത്. ആണ് അതിൻ്റെ പ്രശ്നം. 400 രൂപക്കാണ് ആ സാധനം കിട്ടിക്കൊണ്ടിരുന്നത്. ഞങ്ങളുടെ ബിസ്സിനെ അറിയിച്ചിട്ട് ബിസ്സിൻ്റെ ആൾക്കാർ ഇങ്ങനെ എൻക്വയറി ഒക്കെ നടത്തിയിരുന്നു. പക്ഷേ ബില്ല് കിട്ടിയാൽ മാത്രമേ നമുക്ക് നടപടി എടുക്കാൻ പറ്റത്തുള്ളൂ. പക്ഷേ ഈ അനധികൃത സാധനം ഒരിക്കലും ബില്ലോട് കൂടിയല്ല തരുന്നത്. അപ്പോൾ നമ്മുടെ വൈദ്യുതി ഇതിവിടെ കർശന പരിശോധനയാണെങ്കിൽ ഉറപ്പായിട്ട് ആ ബില്ല് സൂക്ഷിക്കാൻ ഉപഭോക്താവ് നിർബന്ധിതനാവും. ഇതൊക്കെ നമുക്ക് ഈ നിയമം ഇതൊക്കെ ശരിയാണ്. പക്ഷേ നമ്മളിപ്പോൾ ഒരു അപകടം പറ്റിക്കഴിഞ്ഞാൽ അയാൾ നമ്മളോട് സഹകരിക്കും. നമ്മളോട് ബില്ല് വെച്ച് അവൻ തരത്തില്ല. പക്ഷേ ഇതിൻ്റെ അകത്താണ് നമ്മളെ കടക്കാരുടെ ഉത്തരവാദിത്തം അവിടെയാണ് വരുന്നത്. അവരും ഇതിൻ്റെ അകത്ത് നമ്മുടെ ലൈസൻസ്ഡ് പേഴ്സണും തീർച്ചയായും നമ്മുടെ ഈ ഇലക്ട്രിസിറ്റി ഈ ഉപകരണങ്ങൾ വെക്കുന്ന കടകളിലും ഞങ്ങൾ ഈ കാര്യം പറയുന്നുണ്ട്. നിങ്ങൾ നല്ല സാധനമേ വെക്കാൻ പാടുള്ളൂ. പക്ഷേ അവരപ്പോൾ ചോദിക്കുന്ന വേറൊരു കാര്യം, ഇതേ സാധനം റോഡ് സൈഡിൽ നിന്ന് വെക്കുമ്പോൾ ഞങ്ങൾ എന്താ ചെയ്യാൻ പറ്റുമെന്നുള്ളത്. അതിൻ്റേതായ പരിമിതികളുണ്ട്. ഈ ബോധവൽക്കരണ പരിപാടികളുടെ ഉപഭോക്താവ് അത് വാങ്ങാതിരിക്കുക. ഉപഭോക്താവ് ഇത് ഞങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, ഞങ്ങളെ വീട്ടുകാരുടെ സുരക്ഷയ്ക്കാണ് വേണ്ടത് എന്ന ധാരണയിൽ അത്തരം സാധനങ്ങൾ വാങ്ങാതിരുന്നാൽ മാത്രമേ നമുക്ക് ഒഴിവാക്കാൻ പറ്റുള്ളൂ. കാരണം ഇത് പല സ്ഥലങ്ങളിലും വളരെ വില കുറഞ്ഞ സാധനം കിട്ടുമ്പോഴത്തേക്ക് വില കുറയുന്നുണ്ടെങ്കിൽ അതിനൊരു ക്വാളിറ്റി പ്രശ്നം ഇങ്ങനത്തെ കാര്യങ്ങളിലുണ്ട്. ഒന്നാമത് ഇലക്ട്രിസിറ്റി ഇത് ഹിഡൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് നല്ല സാധനം വാങ്ങാന്നുള്ളതിലപ്പുറം വേറെ ഒന്നും നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ഈ ഫെൻസിങ് വളരെ പ്രധാനപ്പെട്ടതാണ് വയനാടിനെ സംബന്ധിച്ച്. നമുക്ക് ആ വിഷയം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. ഫെൻസിങ് എന്ന് പറയുന്നത് ഇപ്പം വന്യമൃഗശല്യം കൂടുതലുണ്ടാകുന്ന സമയത്ത് കർഷകർ ആശ്രയിക്കുന്ന ഒരു മാർഗമായിട്ട് മാറിയിട്ടുണ്ട്. കാരണം അവർക്ക് മറ്റു വഴികളില്ല. ആ വഴികളിലൂടെയാണ് ചിലപ്പോഴൊക്കെ അനധികൃതമായിട്ട് പലരും ഇത് ചെയ്യേണ്ടി വന്നിട്ടുള്ളത്. അപ്പോൾ അവർക്ക് ഏറ്റവും സേഫായിട്ട് ഇതെങ്ങനെ ചെയ്യാൻ പറ്റും? ഏറ്റവും സേഫായിട്ടുള്ളത് ഈ നേരത്തെ പറഞ്ഞ ഇലക്ട്രിക് ഫെൻസ് എനർജൈസർ എന്നുള്ള ഉപകരണം വെച്ച് മാത്രം ഫെൻസിലേക്ക് സപ്ലൈ കൊടുക്കുക. അത് ഇലക്ട്രിക് ഇൻസ്പെക്ടറുടെ ഓഫീസിൽ നിന്ന് ഒരു അനുമതി കൂടി എടുക്കണം. അതും ഞങ്ങൾ പോയി നോക്കിയിട്ട് ഈ ഫെൻസ് എനർജൈസറിലെ ഔട്ട്പുട്ടിൻ്റെ കാര്യങ്ങളൊക്കെ ടെസ്റ്റ് ചെയ്ത് സർട്ടിഫൈ ചെയ്തിട്ടാണ് അവന് കൊടുക്കുന്നത്. ഈ ക്വാളിറ്റിയുള്ള സാധനം കൂടി അത് നിയമാനുസൃതമാണ്. അങ്ങനെ ഒത്തിരി ഫെൻസുകൾ വയനാട്ടിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഇല്ലാന്നൊരിക്കലും പറഞ്ഞില്ല, ഒത്തിരി ഫെൻസുകൾ വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ അല്ലാത്തത് ചിലപ്പോൾ സാറ് പറഞ്ഞ പോലെയാണ്, അത് ബോധപൂർവം ചെയ്യുന്നതാവാം. പക്ഷേ അത് അറിവില്ലായ്മ അതിൻ്റെ അകത്തൊരു ഘടകമാണ്, ദുരുദ്ദേശമുണ്ട്, രണ്ടുമുണ്ട്. പന്നിയെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് നിലമ്പൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ആക്സിഡന്റ് ഉണ്ടായത്. അതെ, പന്നിക്ക് വെച്ചതാണ്. അത് നമ്മൾ നാട്ടുകാരെന്നുള്ളതിൽ നമ്മൾ ഓരോ പൗരനും ഒരു ഉത്തരവാദിത്തം കാണിക്കണം. എൻ്റെ വീട്ടിൻ്റെ അടുത്ത് ഉണ്ടാകുമ്പം അദ്ദേഹം ഒരു തെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കേണ്ട ഉത്തരവാദിത്തം നമുക്കുണ്ട്. അപ്പോൾ ആ രീതി ബോധവൽക്കരണത്തോടെ നമ്മുടെ സമൂഹം ഒത്തൊരുമിച്ചിട്ട് അത് നോക്കുക, എന്നിട്ട് അപകടങ്ങൾ ഒഴിവാക്കുക. കാരണം ഒരാൾ വെച്ചതുകൊണ്ട് ഒരിക്കലും പല അപകടങ്ങളും നമ്മൾ കാണുന്നത് വളരെ ദൂരെയുള്ള ആൾക്കാർ രാത്രി നടന്നു പോകുമ്പോഴേക്കാണ് അപകടം പറ്റുന്നത്. ഒരിക്കലും അദ്ദേഹത്തിനല്ല പറ്റുന്നത്, അവർക്കും പറ്റുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സമൂഹം കൂടി അതിൻ്റെ അകത്തുനിന്ന് ഇതാണെങ്കിൽ മനുഷ്യന് ഏൽക്കാവുന്ന അത്ര എനർജിയുള്ളൂ, ഒരു അപകടവും പറ്റില്ല, ഒന്നുമില്ലെങ്കിൽ മരണത്തിന് കാരണമാവില്ല. ഷോക്കായിട്ട് നമ്മൾ തെറിച്ചു. ഞങ്ങൾ പരിശോധനയ്ക്ക് പോകുമ്പോൾ ഞങ്ങൾക്ക് അടി കിട്ടാറുണ്ട്, ഡിഫൻസിൻ്റെ അകത്ത് അടി കിട്ടാറുണ്ട്. പക്ഷേ അത് നല്ലൊരു ഷോക്കാണ്, തെറിച്ചു പോകും. അല്ലാതെ അതൊരു ഫെറ്റാലിറ്റി ഒരിക്കലും. അത് മൃഗങ്ങളിലേക്ക് എത്രത്തോളം എഫക്ട് ചെയ്യുന്നുണ്ട്? ഇപ്പോൾ ഒരു ആനയൊക്കെയാണ് വരുന്നതെങ്കിലൊക്കെ എത്രത്തോളം ഇതേപോലെ തന്നെയാണ്. പൾസ് കിട്ടുമ്പോഴത്തേക്ക് ആന തെറിച്ചു പോകും. പക്ഷേ ആന ബുദ്ധിമാനാണ്, ചിലപ്പോഴൊക്കെ തട്ടി മറിച്ചിട്ടൊക്കെ വരുന്നുണ്ട്. അതൊക്കെ വേറെ കാര്യമാണ്. അതിനൊക്കെ കൂടുതൽ ഇപ്പം ഹാങ്ങിങ് ഫെൻസ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. നേരത്തെ പോസ്റ്റിലുണ്ടാകുമ്പോഴാണ് ഇത് ചവിട്ടി മറിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഹാങ്ങിങ് ഫെൻസ് ആകുമ്പോഴത്തേക്ക് എന്തായാലും ഇതിന് ചവിട്ടി മറിച്ചിടാൻ പറ്റത്തില്ല. അപ്പോൾ ഹാങ്ങിങ് ഫെൻസ് വഴി നമുക്കത് ഇല്ലാതാക്കാം. അപ്പോൾ കൂടുതൽ ഷോക്ക് ഒരുമിച്ച് ഹാങ്ങിങ് ആയി ഷോക്കല്ല, ആന ഈ ഫെൻസിൻ്റെ ആന നല്ല ബുദ്ധിയുള്ള ജീവിയാണ്. അപ്പോൾ ആന ഈ ഫെൻസിൻ്റെ തൂണിനെ ചവിട്ടി മറിച്ചിട്ട്, അതായത് ലൈൻ സപ്ലൈ ഇല്ലാത്ത ഭാഗത്ത് ചവിട്ടി മറിച്ചിട്ട് കടന്നു പോകും. പക്ഷേ തൂങ്ങിക്കിടക്കുന്ന ഫെൻസ് ആകുമ്പോൾ ഒന്നും ചവിട്ടി മറിക്കാനില്ല, ഇത് മുട്ടുമാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ പക്ഷേ ഈ ഹാങ്ങിങ് ഫെൻസ് കൊണ്ട് ചെറിയ ഈ പന്നി അങ്ങനെയുള്ള സാധനങ്ങളുടെ രക്ഷ കിട്ടില്ല. അപ്പോൾ ഇത് രണ്ടും വെക്കുന്ന രീതിയാണ് ഇപ്പം പല സ്ഥലത്തും വയനാട്ട് കാണുന്നത്. ഹാങ്ങിങ് ഫെൻസ് വെക്കും, അതിന് തൊട്ട് പുറകിലായിട്ട് ചെറിയ ഫെൻസ് വെക്കും, അങ്ങനെ സംവിധാനം വെക്കുന്നത്. ഒത്തിരി ഇപ്പം ഫോറസ്റ്റിൻ്റെ ഒക്കെ ഈ സാധനം വെച്ചിട്ട് തന്നെയാണ് ഓടുന്നത്. അറിവില്ലായ്മ കൊണ്ടും ചെയ്യുന്നുണ്ട്. പക്ഷേ ജനങ്ങൾ ഈ ഒരു അപകടാവസ്ഥ മനസ്സിലാക്കിയിട്ട് ഫെൻസ് എനർജൈസർ വെച്ച് മാത്രം ഫെൻസിലേക്ക് സപ്ലൈ കൊടുക്കുന്ന ഒരു രീതി എടുക്കുക. അത് അനുമതി കൂടി എടുത്ത് നിയമാനുസൃതമാക്കുക. ഇപ്പോൾ അതേപോലെ തന്നെ സംഭവിക്കുന്ന ഒരു കാര്യമാണ് ഈ ഏണി തോട്ടി നമ്മുടെ വീടുകളിലൊക്കെ ഉപയോഗിക്കുന്ന. അപ്പം പിന്നെ ഇപ്പം മാങ്ങ പറിക്കാൻ അല്ലെങ്കിൽ നീണ്ടു നിൽക്കുന്ന ഒരു കോല് താഴേക്ക് ഇടാൻ വേണ്ടി അങ്ങനെ എന്തിനും തോട്ടി ഉപയോഗിക്കും. പിന്നെ ഒന്ന് ഏണി കയറാൻ വേണ്ടി ഉപയോഗിക്കും. പക്ഷേ എപ്പോഴും ആ കയറുന്ന മരത്തിൻ്റെയോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട വസ്തുവിൻ്റെയോ ഏതെങ്കിലും ഒരു ഭാഗം അതിലൂടെ പോകുന്ന ലൈനിൽ ടച്ച് ചെയ്തിട്ടുണ്ടാവാം. ഇത് അറിയാതെ ചെയ്യുന്ന അപകടം വലുതാണ്. ഇത് ശരിക്കും അറിയാതെ ചെയ്യുന്ന അപകടമാണ്. നമ്മളിപ്പോൾ ഈ നേരത്തെ പറഞ്ഞതിലൊക്കെ അറിവില്ല, ദുരുപയോഗം ചെയ്യുന്ന കേസ്. പക്ഷേ ഇത് തികച്ചും അറിവില്ലായ്മ കൊണ്ട് പറ്റുന്നതാണ്. അതിൻ്റെ അകത്ത് ഇരയാകുന്നത് അധികവും വീട്ടമ്മമാർ, കുഞ്ഞുമക്കൾ, അല്ലെങ്കിൽ ചെറുപ്പക്കാർ, വീട്ടിലെ ആൾക്കാർ. ഇതാ എന്നാ വെച്ചാൽ നമ്മളിപ്പോൾ ഒരു മാങ്ങ പറിക്കുക അല്ലെങ്കിൽ ചക്ക പറിക്കുക എന്ന് പോകുമ്പോൾ ആ ഒരു ഉദ്ദേശം മാത്രമേ നമ്മളെ മനസ്സിലുണ്ടാവുള്ളൂ. ഇപ്പം നമ്മൾ മുള കുറഞ്ഞത് കൊണ്ട് തന്നെ വ്യാപകമായിട്ട് ഇരുമ്പ് ഏണി നമ്മൾ ഉപയോഗിക്കും, ഇരുമ്പ് തോട്ടി നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്.
അപ്പോൾ നമ്മൾ ഈ തോട്ടി ഉപയോഗിച്ചിട്ട് വൈദ്യുത ലൈനടുത്ത് കൊണ്ടുപോകുമ്പോഴത്തേക്ക് നമ്മൾ ഈ പറിക്കുമ്പോൾ ചിലപ്പം വളരെ ഉയരത്തിലാകുമ്പോൾ നമ്മൾ എത്തിപ്പിടിച്ചിട്ടൊക്കെ ഇത് ചെയ്യാൻ നോക്കും. ചിലപ്പോൾ പൊക്കി വെക്കുമ്പോഴും തീർച്ചയായും പറ്റും. അപ്പോൾ ബാലൻസ് പോയിട്ട് ഈ ലൈനിലേക്ക് മുട്ടുക, ലൈനിലേക്ക് മുട്ടിയിട്ട് അപകടങ്ങൾ പറ്റുന്നത് അങ്ങനെ ഒത്തിരി കേസുകളുണ്ട്. വയനാട്ടിൽ ഈ കഴിഞ്ഞ വർഷം എന്തുകൊണ്ടോ അങ്ങനെ ഒരു അപകടം ഉണ്ടായിട്ടില്ല. വളരെ നല്ലൊരു ഇതായിട്ടാണ്. കാരണം ഒത്തിരി നമ്മുടെ പത്രങ്ങളിലൂടെയും ഇതൊക്കെയായിട്ട് KSEBയും നമ്മളൊക്കെ ഒത്തിരി വ്യാപകമായിട്ട് അതിനെ പിന്നെ എന്താ പറയുക ഇങ്ങനെ ഒരു അറിവ് ചില സമയത്ത് ചില കുട്ടികൾ മാങ്ങയൊക്കെ പറിക്കാൻ പോകുന്ന സമയത്ത് ഈ മാവിൻ്റെ ഇലകൾ ലൈനിൽ തട്ടിയിട്ടുണ്ടാവും. അപ്പോൾ അവർ തന്നെ സ്വയം ഒരു സാക്ഷ്യപ്പെടുത്തൽ ചിലപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ട് ഞാൻ. ഒന്നും അത് ന്യൂട്രലാണ്, കുഴപ്പമില്ല, അതിൽ തട്ടിയാൽ ഇതൊരു വലിയ അപകടങ്ങൾക്ക് പലപ്പോഴും വഴിവെക്കാറുണ്ട്. ന്യൂട്രലിൽ നിന്ന് ഷോക്ക് കിട്ടില്ല എന്നുള്ളത് ഒരിക്കലും കിട്ടില്ല എന്നുള്ളത് തെറ്റായ കാര്യമാണ്. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ഈ നമ്മുടെ ബോർഡ് എപ്പോഴും പറഞ്ഞതെന്ന് വെച്ചാൽ മരങ്ങൾ എവിടെയെങ്കിലും മുട്ടി നിൽക്കുകയാണെങ്കിൽ അത് ബോർഡിനെ അറിയിക്കണം. ബോർഡിൻ്റെ തിരക്കുകൾ ഒരുപാട് തിരക്കുണ്ട്, പ്രത്യേകിച്ച് മഴക്കാലമൊക്കെ വരുമ്പോൾ. പക്ഷേ എന്നിരുന്നാൽ കൂടി ബോർഡ് വളരെ പെട്ടെന്ന് തന്നെ അത്തരം കാര്യങ്ങൾ ക്ലിയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് നാട്ടുകാരുടെ കൂടി ഒരു ഇടപെടൽ അത്യാവശ്യമാണ്. ഈ പറയുന്ന ഇരുമ്പ് ഏണി, ഇരുമ്പ് തോട്ടി വൈദ്യുത ലൈനിനടുത്ത് ഒരു കാരണവശാലും കൊണ്ടുപോകാൻ പാടില്ല. കാരണം അതിൻ്റെ നീളത്തിന് ഇപ്പുറം മാത്രമേ നമ്മൾ ഉപയോഗിക്കാൻ പാടുള്ളൂ. കാരണം മറിഞ്ഞ് വീണിട്ടാണ് അധികം അപകടം പറ്റുന്നത്. ബാലൻസ് പോയിട്ട് ഇതിൻ്റെ അകത്തേക്ക് മുട്ടിപ്പോയിട്ടാണ് പലപ്പോഴും അപകടം ഉണ്ടാകുന്നത്. അപ്പോൾ അത് ഒരു വൈദ്യുതി അപകടത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണമാണ്. ഇപ്പം വ്യാപകമായിട്ട് നമുക്ക് എന്താ പറയുക ഈ പ്ലാസ്റ്റിക്കിൻ്റെ ഏണിയും ഇതൊക്കെ കിട്ടാനുണ്ട്. നമ്മളിപ്പം തോട്ടങ്ങളിലൊക്കെ പോകുമ്പോൾ പലപ്പോഴും അത് കാണുന്നുണ്ട്. വളരെ നല്ല കാര്യമായിട്ടാണ് കാണുന്നത്. പക്ഷേ അവിടെയും കാശാണ് പ്രശ്നം. ഇത്തിരി കാശ് കൂടുതലാണ്. അപ്പോൾ ആ ഒരു ചെറിയൊരു ലാഭത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ പലപ്പോഴും ചെയ്യുന്നത്. അപ്പോൾ അത് അപകടങ്ങൾക്ക് വഴിയാകും. അതുകൊണ്ട് ഒരു കാരണവശാലും ഇരുമ്പേണി തോട്ടി എന്നതോ വൈദ്യുത ലൈനിനടുത്ത് ഒരു കാരണവശാലും കൊണ്ടുപോകാൻ പാടില്ല. വീട്ടമ്മമാരും കുട്ടികളും മുതിർന്നവരും എല്ലാവരും ഈ കാര്യം ശ്രദ്ധിക്കുക. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് മറ്റ് വീടുകളിൽ ഏറ്റവും കൂടുതൽ അപകടങ്ങൾ ഉണ്ടാകുന്ന കുറേ സിറ്റുവേഷൻസ് ഉണ്ടാവും. വീട്ടിലെ ആളുകൾ ശ്രദ്ധിക്കാതെയാണ്. അത് അറിവില്ലായ്മ എന്ന് പോലും പറയാൻ സാധിക്കില്ല. ശ്രദ്ധിക്കില്ല, ഏതിനാണ് ലൈന് പോകുന്നത്, ആ ലൈനുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും കോണ്ടാക്റ്റ് ഉണ്ടോ എന്നറിയാതെ ചിലപ്പോൾ അഴ കെട്ടുന്നതൊക്കെ സ്ഥിരം സംഭവമാണ്. വീടുകളിൽ അഴ കെട്ടുന്നത്. അപ്പം മിക്കവാറും കമ്പി ഉപയോഗിച്ചിട്ട് അഴ കെട്ടുന്ന ആളുകളുണ്ട്, വലിയ സ്റ്റേ വയർ പോലെയുള്ള സാധനങ്ങൾ ഉപയോഗിച്ചിട്ടൊക്കെ. അത്തരം അപകടങ്ങൾ ഉണ്ടായിട്ടില്ലേ? ഉണ്ട്. അത്തരത്തിലുള്ളൊരു അപകടം ഒരു 3 വർഷം മുമ്പ് നമ്മുടെ തിരുനെല്ലി പഞ്ചായത്തിലെ ബേഗൂർ കോളനിയിൽ, കാട്ടിക്കുളത്തിനടുത്തുള്ള ബേഗൂർ കോളനിയിൽ ഒരു പെൺകുട്ടി 8ാം ക്ലാസ്സിലാണോ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടി ഇതേപോലെ തന്നെ GI കമ്പി, ഈ കമ്പി എന്താ വെച്ചാൽ വനം വകുപ്പ് അവരുടെ ഫോറസ്റ്റിന് ചുറ്റും വേലി കെട്ടാൻ ഉപയോഗിച്ചിട്ടൊരു കമ്പിയാണ്. അപ്പോൾ ഇത് അവർ കാലാവധി കഴിഞ്ഞുകൊണ്ട് പൊളിഞ്ഞു പോയതുകൊണ്ട് അത് അവിടെ അഴിച്ചിട്ടുകയും ഈ കമ്പി കൊണ്ട് ഇവർ അഴ കെട്ടിയാലല്ല കുഴപ്പം പറ്റി, അഴ കെട്ടുകയും ഇത് ഇവരുടെ ടോയ്ലറ്റിലേക്ക് പോകുന്ന ഒരു വയറിലേക്ക് ഇത് വരഞ്ഞു കിടക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ ഇതറിയാതെ ഇവർ തുണി അലക്കിയതിന് ശേഷം തുണി ഉണങ്ങാൻ വേണ്ടി അഴയിൽ കൊണ്ടിടുമ്പോൾ ഒരു പെൺകുട്ടി മരണപ്പെടുകയാണ് ഉണ്ടായത്. അപ്പോൾ എനിക്കിപ്പോൾ അതിനകത്ത് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ GI കമ്പി എന്ന് പറയുന്ന സാധനം അല്ലെങ്കിൽ മെറ്റൽ കമ്പികൾ ഉപയോഗിച്ചിട്ട് അഴകൾ കഴിയുന്നതും നമ്മൾ മഴക്കാലത്ത് എന്തായാലും വീടിൻ്റെ വരാന്തയിലോ എറയിലോ ആയിരിക്കും നമ്മൾ തുണി അഴ കെട്ടുക, നനയാത്ത സ്ഥലങ്ങളിലേ കെട്ടത്തുള്ളൂ. അപ്പോൾ ഈ തിരക്കിട്ടിട്ട് ഇത് കെട്ടി വരുന്ന സമയത്ത് ഈ വൈദ്യുതി ഉപകരണങ്ങളിലോ അല്ലെങ്കിൽ എനർജി മീറ്ററിലൊക്കെ തട്ടാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ അഴ കെട്ടുന്നത് നമുക്ക് ഒഴിവാക്കാൻ കഴിയില്ല. അഴ കെട്ടുവാണെങ്കിൽ ഒന്നെങ്കിൽ പ്ലാസ്റ്റിക് കയറുകൾ കുറഞ്ഞ വിലയ്ക്ക് കിട്ടും, ഇല്ലെങ്കിൽ നമുക്ക് ഈ ഫൈബർ റോപ്പുകൾ കിട്ടും, ഈ കാട് വെട്ടാൻ ഉപയോഗിക്കുന്ന മെഷീൻ്റെ റോപ്പുകളൊക്കെ കിട്ടും. അതാകുമ്പോൾ ഒരുപാട് ലൈഫ് ലോങ് നിൽക്കുന്ന സാധനങ്ങൾ, അതിനൊന്നും അത്ര വലിയ വിലയുള്ളതുമല്ല. ഇത്തരം സാധനങ്ങൾ ഉപയോഗിച്ച് മാത്രമേ അഴ കെട്ടാവൂ എന്നൊരു കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് ഈ അപകടം പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ പറ്റും. നമ്മൾ ഈ കണക്ഷൻ കേബിളിൽ പോലും ചിലപ്പോൾ അവിടെ ഇവിടെയൊക്കെ കുറേ കാലങ്ങൾ കഴിയുന്ന സമയത്ത് തുരുമ്പിച്ച് കമ്പിയൊക്കെ പുറത്തേക്ക് വരാറുണ്ട്. അതിലൂടെ ചില മരങ്ങളൊക്കെ വളർന്നു നിൽക്കുന്ന സമയത്ത് അതും തട്ടാറുണ്ട്. അത്തരം കാര്യങ്ങളൊക്കെ അത് വരും, അത്തരത്തിലുള്ള കാര്യങ്ങൾ. അപ്പോൾ അതൊരു ഒബ്സർവേഷനിലൂടെ നമുക്കത് തിരിച്ചറിയാൻ പറ്റും, അല്ലാതെ പറ്റത്തില്ല. കാരണം വീടിൻ്റെ അകത്ത് തകരാറുണ്ടെങ്കിൽ സാറ് നേരത്തെ പറഞ്ഞാൽ RCCB ട്രിപ്പാവും. പക്ഷേ ഇതൊക്കെ പുറത്താണ് വരും. ഇപ്പോൾ എനർജി മീറ്റർ ഈ നേരത്തെ ഞാൻ പറഞ്ഞ അഴ കിട്ടുന്ന കേസ് തന്നെ ഈ അഴയുടെ ഈ കമ്പീൻ്റെ ഭാഗം ചിലപ്പോൾ ഈ സർവീസ് വയറിൽ ഉരഞ്ഞിട്ട് അതിൻ്റെ ഇൻസുലേഷൻ നഷ്ടപ്പെടും. ആ ഇൻസുലേഷൻ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഈ മീറ്റർ വ്യത്യാസം ഉണ്ടാവില്ല. ആൾ ഷോക്ക് അടിക്കുമ്പോൾ മാത്രമേ അങ്ങനെ ഒരു സംഭവം ഉള്ളതായി വീട്ടുകാരും KSEB ജീവനക്കാരും ഒക്കെ അറിയത്തുള്ളൂ. അപ്പോൾ അത് ശ്രദ്ധിച്ച് തന്നെ മതിയാവുള്ളൂ. അതൊക്കെ അത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ തന്നെ വേണം. സാറിൻ്റെ അടുത്ത് മഴക്കാലത്ത് ഉണ്ടാകുന്ന ഒരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ലൈന് പൊട്ടി വീഴുക എന്നുള്ളതാണ്. വെള്ളത്തിലേക്ക് വീഴുന്നു. ഇങ്ങനെ ഉണ്ടാകുന്ന അപകടങ്ങൾ ശരിക്കും എങ്ങനെ നമുക്ക് പ്രതിരോധിക്കാൻ പറ്റും, അല്ലെങ്കിൽ അത് പെട്ടെന്നുണ്ടാകുന്നൊരു ആക്സിഡൻറ്റ്? അപ്പോൾ ഓൾറെഡി ഈ പറയുന്നത് പോലെ നമുക്ക് എങ്ങനെയാണത് ഓഫാവുക, ലൈൻ പെട്ടെന്ന് ഓഫാകുന്ന സംവിധാനം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ? ഇപ്പം ലൈൻ ഓഫാകുന്ന സംവിധാനത്തെ പറ്റി ആദ്യം പറയാം. നമ്മൾ ഇപ്പം നിലവിൽ 110 kV സബ്സ്റ്റേഷൻ അതിൻ്റെ 110 kV ലൈൻ, വലിയ ഹൈ പവർ ലൈനാണ് 110 kV, 66 kV, 33 kV, 11 kV വരെയുള്ള ഇതിന് ഇതേപോലത്തെ എർത്ത് ഫാൾട്ട് ഇത് അതായത് ഒരു മരക്കൊമ്പ് വീഴുക എന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ ഓവർ കറണ്ട് വരാം. ചിലപ്പം ഈ മരം വന്ന് തട്ടുമ്പോൾ അതിന് എർത്ത് ഫാൾട്ടായിട്ട് വരും. ചിലപ്പം ഈ 2 ഫേസുകളുടെ ഇടയ്ക്ക് ഒരു മരക്കൊമ്പ് വീണത് ഓവർ കറണ്ടായിട്ട് വരും.
അപ്പോൾ ഇതൊക്കെ ഈ 11 kV വരെയുള്ള ഒരു ട്രിപ്പിംഗ് മെക്കാനിസം നമുക്ക് നിലവിലുണ്ട്. ഓക്കെ. അപ്പോൾ അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നമ്മളെ സപ്ലൈ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിപ്പോൾ നമ്മൾ ഇപ്പോൾ ഇങ്ങോട്ടൊക്കെ വരുന്ന കണിയാമ്പറ്റെന്നൊക്കെ കൂട്ടമണ്ടെന്നൊക്കെ വരുന്ന ലൈനുകളാണ്. അപ്പോൾ അതൊക്കെ തോട്ടത്തുകൂടുകളിലൊക്കെ വരുമ്പോൾ ഇങ്ങനെ ഇലകളും കവുങ്ങിൻ്റെ പാളകളും തെങ്ങിൻ്റെ ഓലയൊക്കെ ഇങ്ങനെ പറന്നു വന്ന് വീഴും. നമ്മൾ എല്ലാ വർഷവും ഓരോ 6 മാസം കൂടുന്നതോറും അതിൻ്റെ ടച്ചിങ്സ് ഒക്കെ എടുക്കാറുണ്ട്. അതിൻ്റെ റൈറ്റ് ഓഫ് ഒരു 1.5 മീറ്റർ അപ്പുറം ഇപ്പുറമായിട്ട് ലൈനിൻ്റെ 1.5 മീറ്റർ അപ്പുറം ഇപ്പുറമായിട്ട് നമ്മൾ ടച്ചിങ് എടുക്കാറുണ്ട്. എങ്കിൽ പോലും ഇത് മതിയായില്ല. കാരണം നമ്മൾ ബെയർ കണ്ടക്ടേഴ്സാണ്. പണ്ട് കാലത്ത് എന്ന് വെച്ചാൽ നമ്മളിവിടെ കോപ്പർ കണ്ടക്ടേഴ്സായിരുന്നു ഉപയോഗിച്ചത്. പിന്നീട് ഇതിൻ്റെ കോസ്റ്റ് കൂടുതലായിട്ട് പിന്നെ അലൂമിനിയത്തിലേക്ക് മാറി, ഓൾ അലൂമിനിയം ആയി. ഈ അലൂമിനിയം എന്തായി പിന്നെ സ്ഥിരമായിട്ട് ഇങ്ങനെ അതിന് സ്ട്രെങ്ത്ത് കുറവാണ്. പക്ഷേ കറണ്ട് കാര്യം കപ്പാസിറ്റി ഉണ്ട്, പക്ഷേ അതിൻ്റെ സ്ട്രെങ്ത്ത് കുറവാണ്. അപ്പോൾ അതിനകത്ത് ഒരു ACSR കണ്ടക്ടർ ഉണ്ടെന്ന്. ACSR എന്ന് പറഞ്ഞാൽ അലൂമിനിയം, അതിൻ്റെ കോറ് ഒരു സ്റ്റീലും ആയിരിക്കും. അത് കുറച്ചുകൂടി മെക്കാനിക്കൽ സ്ട്രെങ്ത്ത് ഉണ്ടായിരുന്നു. അതൊക്കെ മാറ്റി ഇപ്പം നമ്മൾ ACSRും കൂടി ഞങ്ങളിപ്പം മൊത്തത്തിൽ ABC ആക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ കവേർഡ് കണ്ടക്ടറും ഉണ്ട്. അപ്പോൾ ഈ ABCയും കവേർഡ് കണ്ടക്ടറൊക്കെ കുറേയൊക്കെ ഇത്തരം അപകടങ്ങളിൽ നിന്ന് നമുക്ക് രക്ഷിക്കും. പിന്നെ ഈ ട്രിപ്പാകുന്ന കാര്യം പറയാമെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മളിപ്പോൾ ഈ ഒരു റൂമിനെ എടുക്കുകയാണെങ്കിൽ നിങ്ങൾ അംഗീകൃത ലോഡ് ചിലപ്പോൾ ഈ റൂമിൽ ഒരു 5-6 സോക്കറ്റും ഒരു 2-3 ലൈറ്റേ കാണിച്ചിട്ടുണ്ടാവുള്ളൂ. ഫോർ എക്സാമ്പിൾ 1000 വാട്ട്സ് കാണിച്ചിട്ടുണ്ടാവും. ആക്ച്വലി ഇതിനകത്ത് എത്ര ഉണ്ടാവും? ഒരു 5000 വാട്ട്സ് ഉണ്ടാവും. ഇതേപോലെ തന്നെ വീടുകളുടെ സിറ്റുവേഷൻ. വീടുകളിൽ ആൾക്കാർ എന്തായാലും ചെറിയ ലോഡ് കാണിച്ചിട്ട് ആ പ്ലഗിൻ്റെ ലൈറ്റ് പോയിൻ്റ് മാത്രം കാണിച്ചിട്ട് ഒരു 1000-2000 മാക്സിമം കാണിച്ചിട്ട്, കാരണം അതിന് ഓരോ ലോഡ് കൂടുന്നതനുസരിച്ച് അവർ കൂടുതൽ പൈസ അടയ്ക്കണം. CD എന്ന് പറഞ്ഞൊരു ഡെപ്പോസിറ്റ് അടയ്ക്കണം. അപ്പോൾ അതൊക്കെ കുറയ്ക്കാനായിട്ട് എന്ന് വെച്ചാൽ അവർ ആക്ച്വലി വയറിംഗ് പോയിൻ്റ് മാത്രം കാണിച്ചിട്ട് ചെയ്യും. ബട്ട് ഈ കണക്ട് ചെയ്ത് നമ്മൾ സപ്ലൈ എടുത്തു കഴിഞ്ഞാൽ പിന്നെ എന്തായി മാറി? ഇതെല്ലാം ഉപയോഗിക്കും. ഇപ്പോൾ BPL കണക്ഷൻ തന്നെ, BPL കണക്ഷൻ 2000 വാട്ട്സ് വരെ ഒക്കെ നമുക്ക് ആദ്യം 1000, ഇപ്പോൾ 2000 വാട്ട്സ് ഒക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇവരെന്ത് ചോദിച്ചാൽ BPL ഫെസിലിറ്റി കണക്ഷൻ കിട്ടുന്നവരെ ആ ലോഡ് കുറച്ച് വെക്കും. കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവർക്ക് പല സ്ഥലത്തു നിന്നും പല എക്യുപ്മെൻസും വരും. അവർ പറയും ഞങ്ങൾക്കത് ഗിഫ്റ്റ് കിട്ടിയാണെന്ന് പറയും. എന്നിട്ട് ഫ്രിഡ്ജ് ഉണ്ടാവും, വാഷിംഗ് മെഷീൻ ഉണ്ട്. ഇതെല്ലാം കൂടി നോക്കുമ്പോൾ എന്താ ഒരു 3 ഫേസിൻ്റെ ലോഡ് ഉണ്ടാവും. പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചാൽ എന്താണ്, ഞങ്ങളുടെ റെക്കോർഡിക്കലി ഇവരെ ഈ 1000 വാട്ട്സ് ലോഡേ ഉള്ളൂ. അതിന് കണക്കാക്കിയുള്ള ഫ്യൂസ് അയക്കുന്ന ഞങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു പ്രദേശത്ത് ഒരു ട്രാൻസ്ഫോമറിൽ ഒരു ഫ്യൂസ് ഈ ലോഡ് കണക്കാക്കിയിട്ടാണ് കൊടുക്കുക. അപ്പോൾ ഈ ഫ്യൂസ് ഇതിന് കണക്കാക്കി നമ്മൾ വെക്കുമ്പോൾ എന്തായിരിക്കും, ഇതിങ്ങനെ ഇവർ ലോഡ് കൂടുന്നതനുസരിച്ച് ഇത് ബ്ലോൺ ഔട്ട് ആവും, കത്തി പോകും. അപ്പോൾ ആൾക്കാർ വിളിച്ചു വരും, ഞങ്ങളെ ഫ്യൂസ് പോയി എന്ന് പറയും. ഞങ്ങൾ ഉടനെ തന്നെ പോയി. അപ്പോൾ ഞങ്ങൾക്ക് തോന്നി അവിടെ ലോഡ് കൂടുതലാണെന്ന് പറയും. ആംബിയർ നോക്കിയാൽ ലോഡ് കൂടും. അപ്പോൾ അടുത്ത ഫ്യൂസ് റേറ്റിംഗ് കൂട്ടും. അപ്പോൾ അങ്ങനെ ഫ്യൂസ് ഇങ്ങനെ കൂടിക്കൂടി പോകുമ്പോൾ ഇതിങ്ങനെ എന്തായി വീടുകൾ അതേപോലെ ലോഡുകൾ ഇങ്ങനെ കൂട്ടിക്കൊണ്ട് ഇരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ പെട്ടെന്ന് ഫ്യൂസ് കത്തിപ്പോകുന്ന ഒരു സിറ്റുവേഷനിലേക്ക് എത്തുന്നില്ല. കാരണം ഒരു 100 kVA ട്രാൻസ്ഫോമർ, നമ്മൾ സാധാരണ കാണുന്ന 100 kVA ട്രാൻസ്ഫോറാണ്, 133 ആംബിയറിൻ്റെ ഫീസാണ്. അത് അടിച്ച് ആ ഫ്യൂസ് കത്തിപ്പോകണമെങ്കിൽ മിനിമം ഒരു 200 ആംബിയറെങ്കിലും വരണം. ഇത് 200 ആംബിയറിൽ ഫ്യൂസ് കത്തിപ്പോയാലും നമ്മൾ ചിലപ്പോൾ 2 പേരൊക്കെ ഇടും. അപ്പോൾ 400 ആംബിയർ ആയാലും ചിലപ്പം കത്തിപ്പോയില്ല. കാരണം എന്താ, ആൾക്കാർക്ക് സപ്ലൈ കൊടുക്കും വേണം. ഈ ജനങ്ങൾ തരുന്ന ലോഡല്ല ഇതിനകത്ത് ഉള്ളതുകൊണ്ടാണ് ഈ ഒരു പ്രശ്നം വരുന്നത്. കൃത്യമായിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനനുസരിച്ചിട്ട് ഇങ്ങനെ ലോഡ് സെക്രട്ടറി വന്ന് പുതിയ അങ്ങനെയാണ് ഈ അപകടങ്ങൾ വരുമ്പോഴത്തേക്ക് ഓഫ് ആവുന്ന തരത്തിലേക്ക്. അപ്പം ഇപ്പം നിലവിൽ ഇതേപോലെ ഈ LT സപ്ലൈ ഇപ്പോൾ കമ്പിയാൻ മറ്റോ പൊട്ടി വീണു കഴിഞ്ഞാൽ ഈ ഫ്യൂസ് പോകുക എന്നുള്ള ഇത് മാത്രമേ നമുക്ക് രക്ഷയുള്ളൂ. ഒരു ഇലക്ട്രോണിക്കായിട്ടോ ഒരു ഓട്ടോമാറ്റിക്കായിട്ടോ ട്രിപ്പാകുന്ന ഒരു മെക്കാനിസം ഇതുവരെയായിട്ട് നമുക്ക് ഉണ്ടായിട്ടില്ല. അതിൻ്റെ ഒരു ഡെവലപ്മെൻറ്റ് സ്റ്റേജിലേക്ക് വന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു മീൻസ് R&D ആയിരുന്നു നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏതോ ഒരു സ്ഥലത്ത് ഇത് വെച്ച് ട്രൈ ചെയ്തൊക്കെ നോക്കി. പക്ഷേ നമുക്ക് അത് ഇതിനൊക്കെ ഒരു കപ്പാസിറ്റി ഉണ്ടാവുമല്ലോ. അതായത് ഇത്ര ആംബിയർ വരെ ആകുമ്പോൾ അത് ട്രിപ്പ് എന്ന് പറയും. അപ്പോൾ അതിലും കൂടുതലൊക്കെ ആംബിയർ വരുമ്പോൾ ചിലപ്പോൾ അതിലും കുറഞ്ഞ ആംബിയറിൽ ചിലപ്പോൾ ട്രിപ്പാവില്ല. പക്ഷേ ഈ ആൾ മരിച്ചു പോയാൽ നേരത്തെ സാറ് പറഞ്ഞ 30 മില്ലി ആംബിയർ മതി. അതായത് ഈ 200ൻ്റെ ഫ്യൂസ് നമ്മൾ വെച്ചാൽ 100ൻ്റെ ഫ്യൂസ് വെച്ചാലും 100 ആംബിയർ വന്നാലും അത് അടിച്ചു പോകുള്ളൂ, ആ ഫ്യൂസ് പോകുള്ളൂ. അത് എത്തുന്നതിന് മുമ്പേ തന്നെ ചിലപ്പോൾ എന്താക്കി ലൈൻ പൊട്ടി വിടേണ്ട അത്ര ആംബിയർ പോലെ ചിലപ്പോൾ 10 ആംബിയർ ആയിരിക്കും ഫ്ലോ ചെയ്യുന്നുണ്ടാകുക. ആ 10 ആംബിയർ മതി നമ്മൾ മരിച്ചു പോകാൻ. അതുകൊണ്ടാണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കായുള്ള ഒരു സിസ്റ്റം നമുക്കില്ല. നമ്മൾ ചെയ്യുന്നത് ഇതാണ്, ഇതിനൊക്കെ കർവ് ചെയ്യാനായിട്ട് നമ്മളൊരു ABC കേബിൾ പല ഇൻസുലേറ്റഡ് കേബിൾസൊക്കെ നമ്മളിപ്പോൾ ഉപയോഗിച്ച് വരുന്നുണ്ട്. ഇതൊക്കെ വളരെ കോസ്റ്റ്ലി ആയിട്ടാണ്. അപ്പോൾ ഗ്രാജുവലായിട്ട് നമുക്കിത് മാറ്റാൻ പറ്റുള്ളൂ. KSEB എന്ന് പറഞ്ഞ സ്ഥാപനത്തിന് ഇത് ഒരു വളരെ ഫിനാൻഷ്യൽ ബർഡൻ വരുന്നൊരു സംഗതിയാണ്. അപ്പം നമ്മൾ ലോക്കലായിട്ട് പല സ്ഥലത്ത് ഇപ്പോൾ പുതിയ കണക്ഷൻസൊക്കെ അധികം കൊടുക്കുന്നത് ഈ ഒരു മെത്തേഡ് തന്നെയാണ്. ഈ വീടിൻ്റെ മുകളിലൂടെയൊക്കെ പോകുന്ന കമ്പികളുണ്ടല്ലോ, അതുകൂടി ഒന്ന് പറയാം നമുക്ക്. കറക്റ്റായിട്ട് വീടിൻ്റെ തൊട്ട് മുകളിലൂടെയൊക്കെ പോകുന്ന കമ്പികളുണ്ടാവും. അതിനൊക്കെ സേഫ്റ്റി ആയിട്ട് പോസ്റ്റ് മാറ്റിയിടാൻ ചിലപ്പോൾ റിക്വസ്റ്റ് അതിൻ്റെ ചില പൈപ്പ് വയർ അങ്ങനെ എന്തെങ്കിലും കൊടുത്താൽ അങ്ങനെ ചെയ്ത് കൊടുക്കാം. നമ്മൾ അങ്ങനെ ചെയ്യാറില്ല. നമ്മൾ വീടിൻ്റെ മുകളിൽ കൂടി ലൈൻ പോകുന്നത് നമ്മൾ സമ്മതിക്കില്ല. അത് ഇലക്ട്രിക്കൽ ലൈനിൻ്റെ അടിയിൽ യാതൊരുവിധ കൺസ്ട്രക്ഷനും പാടില്ലാതാണ്.
ഇലക്ട്രിക്കൽ ലൈനിൻ്റെ അടിയിൽ കൺസ്ട്രക്ഷൻ പാടില്ല, ഇലക്ട്രിക്കൽ ലൈനിൻ്റെ അടിയിൽ നിർമ്മാണ ഈ വാഹനങ്ങൾ നിർത്തിയിടാൻ പാടില്ല, നിശ്ചിത അകലം പാലിക്കാണ്ട്. അപ്പം ഒരിക്കലും വീടിൻ്റെ ഒരു ലൈൻ പോകുമ്പോൾ അവിടെ അതിൻ്റെ അടിയിൽ വീട് ഉണ്ടാക്കാൻ നമ്മൾ സമ്മതിക്കില്ല. ലൈൻ ആ കമ്പി അല്ലാതെ മറ്റൊരു സംഭവങ്ങളും ഇല്ല, കമ്പി മാത്രമേ കമ്പിയല്ല ഇപ്പം പറഞ്ഞു. ഇപ്പോൾ കേബിൾ ഉണ്ട്, നമ്മൾ ABC ഏരിയൽ ബെഞ്ചിഡ് കേബിൾ എന്ന് പറഞ്ഞത് അങ്ങനെ കേബിൾ കൊടുക്കും. കേബിൾ ഉണ്ട്, അത് 2 കോർ കേബിൾ ഉണ്ട്, 3 കോർ ഉണ്ട്, 4 കോർ ഉണ്ട്, 3 ഫേസിനുള്ള ഇപ്പോൾ കേബിളാണ്. അതേപോലെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, ഇവിടെയൊക്കെ കാണാൻ കറുത്ത കേബിൾ ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ടുള്ള ഗുണം ഒന്ന് മെക്കാനിക്കൽ സ്ട്രെങ്ത് ആണ്. ഇതേപോലെ പെട്ടെന്നൊന്നും മരക്കൊമ്പോ മറ്റോ ഒന്ന് വീണാൽ പൊട്ടിപ്പോകില്ല. മാത്രമല്ല മരങ്ങളുടെ ലൈന് കണക്ഷൻ ഒന്ന് അതിനകത്ത് ഷോക്കൊന്നും അടിക്കാനുള്ള വകുപ്പൊന്നുമില്ല. അപ്പോൾ നമ്മൾ കയറി പിടിച്ചാൽ പോലും ആ കേബിളിൽ ഇതിപ്പോൾ ഈ വീടിന്റെ തൊട്ടടുത്തൂടെയൊക്കെ പോകുന്ന ചില ആളുകൾക്ക് മരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ ആ കേബിൾ മാറ്റി കൊടുക്കാൻ അവർ എക്സ്പെൻസ് വഹിച്ചാൽ അങ്ങനെ ചെയ്യുന്നു. അങ്ങനെ ചെയ്യും. അവർക്കിപ്പോൾ ഒരാവശ്യം, ഒരു കൺസ്യൂമർക്ക് എന്താവശ്യം വന്നാലും ഞങ്ങൾ ചെയ്തു കൊടുക്കും. അദ്ദേഹത്തിന് പോസ്റ്റ് ഷിഫ്റ്റ് ചെയ്യണം, ലൈൻ മാറ്റണം, 3 ഫേസ് സിംഗിൾ ഫേസ് 3 ഫേസ് ആക്കണം, മീറ്റർ മാറ്റണം, ഈ ലോഡ് ചേഞ്ച് ചെയ്യണം, എന്ത് ആവശ്യം വന്നാലും ചെയ്തു കൊടുക്കേണ്ട അംഗീകൃത ലൈസൻസ് ഞങ്ങൾ തന്നെയാണ്. അപ്പോൾ ഞങ്ങളത് ചെയ്യാൻ ബാധ്യസ്ഥരുമാണ്. അതിന് സ്റ്റിപ്പുലേറ്റഡ് ടൈമുണ്ട്, അതിനുള്ളിൽ നമ്മൾ ചെയ്തു കൊടുക്കും. പ്രേക്ഷകരോട് ഈ സുരക്ഷാ വാരത്തിൽ എന്താണ് ഇനി പറയാനുള്ളത്? സുരക്ഷാ വാരം നമ്മുടെ സുരക്ഷ, നമ്മുടെ ഓരോരുത്തരുടെയും സുരക്ഷ, അതുവഴി സമൂഹത്തിൻ്റെ സുരക്ഷ എന്നുള്ളതാണ് വൈദ്യുത സുരക്ഷാ വാരം ആചരിക്കുന്നതിലൂടെ ഉദ്ദേശിക്കുന്നത്. ഈ വർഷത്തെ ഈ വൈദ്യുത സുരക്ഷാ വാരത്തിൻ്റെ തീം എന്ന് പറയുന്നത് സ്മാർട്ട് എനർജി സേഫ് നാഷൻ. സ്മാർട്ട് എനർജി എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് വളരെ ടെക്നോളജി ഇപ്പം വളരെ അഡ്വാൻസ് ആയിട്ട് കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ടെക്നോളജീനെ പരമാവധി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് എല്ലാ മേഖലകളിലും വൈദ്യുതിയുടെ ഉൽപ്പാദനം, വിതരണം, അതിൻ്റെ സുരക്ഷ, എല്ലാ കാര്യങ്ങളിലും സ്മാർട്ടായിട്ട് നമ്മൾ ഉപയോഗപ്പെടുത്തിയിട്ട് വൈദ്യുതി കൂടുതൽ സുരക്ഷിതമായിട്ടും കൂടുതൽ സ്ഥിരമായിട്ടും തടസ്സമില്ലാത്ത വൈദ്യുതി ലഭ്യമാക്കുക എന്നതാണ് സർക്കാരിൻ്റെ നയം. അതിന് വേണ്ടിയിട്ട് ഓരോ ജനങ്ങളും അവരവരുടെ പൗരബോധം കാണിച്ചിട്ട് ഇതിൻ്റെ അകത്തേക്ക് അവർ ഈ ഉദ്യമത്തിൽ സഹകരിക്കുക എന്നുള്ളതാണ് പറയാനുള്ളത്. നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു ചർച്ചയായിരുന്നു. നമുക്ക് മനസ്സിലാകുന്ന തരത്തിൽ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കുറേ ഭാഗങ്ങൾ, ഒന്ന് ഫെൻസിങ് ആയിരുന്നു നമ്മൾ പറഞ്ഞു, ഒന്ന് വീട്ടിലെ വൈദ്യുതീകരണം, ഇതൊക്കെ ആയി ബന്ധപ്പെട്ടിട്ട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ മുഴുവൻ നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടിയാണ്. അപ്പോൾ ഉപഭോക്താവെ ഉണരുക എന്നല്ലാതെ ഇവർക്കും പറയാൻ സാധിക്കില്ല. കുറേയൊക്കെ ബോധവാന്മാരായാൽ പല അപകടങ്ങളിൽ നിന്നും വളരെ നല്ല രീതിയിൽ നമുക്ക് മാറി നിൽക്കാൻ പറ്റും, രക്ഷപ്പെടാൻ പറ്റും. വിവാദങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഫെൻസിങ് ആണ് ഏറ്റവും കൂടുതൽ, എനിക്ക് തോന്നുന്നു 10-25 ആളുകൾ കഴിഞ്ഞ വർഷം മരണപ്പെട്ടിട്ടുള്ള ഒരു സംഭവം ഉണ്ടായിട്ടുള്ളത്. അത് അറിവില്ലായ്മയല്ല, ബ്രൗൺ സാർ പറഞ്ഞതുപോലെ അറിവില്ലായ്മയല്ല, അത് ഇതെനിക്ക് ചെയ്യാൻ എന്തോ ഒരു സുരക്ഷിതത്വമുണ്ട്, അല്ലെങ്കിൽ ഞാനിത് ചെയ്യേണ്ട ആളാണ് എന്നൊക്കെ ഒരു തോന്നലിൽ നിന്നും പൗരബോധത്തിൻ്റെ മറ്റൊരു അർത്ഥമില്ലാത്ത തലങ്ങളിലേക്ക് കാര്യങ്ങൾ പോകുമ്പോഴാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുക. എല്ലാത്തിനും നമുക്ക് മുന്നിൽ നിയമാനുസൃതമായ മാർഗ്ഗങ്ങളുണ്ട്, അത് ഏറ്റവും കൃത്യമായി നടപ്പിലാകുന്നുമുണ്ട്. ഇപ്പോൾ വന്യമൃഗശല്യം അനുഭവിക്കുന്ന വയനാട്ടിൽ ഫെൻസിങ് വഴി മരണങ്ങൾ ഉണ്ടാകുന്നത് ചെറിയ സംഭവമല്ല. പക്ഷേ ആ ഫെൻസിങ്, അതിലേക്ക് നമ്മൾ കൊടുക്കുന്ന കണക്ഷൻ അനധികൃതമായിട്ടാണെങ്കിൽ അതിൻ്റെ ഭവിഷ്യത്തുകൾ ഒരുപാട് അനുഭവിക്കാനുണ്ട്. അത് വീട്ടിലുള്ളവർക്കാകാം, അയൽവാസികൾക്കാകാം, അല്ലെങ്കിൽ അതിലെ അറിയാതെ നടന്നു പോകുന്ന വഴിപോക്കനാവാം. ഓരോ ജീവനുമാണ് നഷ്ടപ്പെടുന്നത്. ശ്രദ്ധിക്കുക. അപ്പോൾ അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളിൽ നമുക്ക് ഇവരുമായിട്ട് കൂടുതലൊക്കെ സംസാരിക്കാൻ പറ്റും, അല്ലേ സാർ? ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ പറ്റും. തീർച്ചയായും അതിനുള്ളൊരു വേദി കൂടി നമ്മൾ ഒരുക്കും. ഈ ദേശീയ വൈദ്യുത സുരക്ഷാ വാരത്തിൻ്റെ ഭാഗമായി നമ്മളോടൊപ്പം പങ്കെടുത്ത സുമേഷ് സാർ, ഒപ്പം തന്നെ അനിൽകുമാർ സാർ, രണ്ടുപേരും ഇലക്ട്രൽ ഇൻസ്പെക്ടേഴ്സാണ്. ഒപ്പം തന്നെ KSEBയുടെ അസിസ്റ്റൻറ്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ബ്രൗൺ സാർ. വളരെയധികം നന്ദി സാർ. എല്ലാവർക്കും നമസ്കാരം.